ശിവജിയുടെ പുരുകം ചുളിഞ്ഞു. ഒരു പിടി ചോറ് കൂടി വാരിയത് അവൻ പാത്രത്തിലേക്ക് തന്നെ ഇട്ടു. എന്താ മജീദ്? അവൻ തിരക്കി. മറ്റുള്ളവരുടെ നോട്ടവും മജീദിൽ തന്നെയായിരുന്നു. മജീദ് പൊടുന്നനെ മുഖത്തെ ഭാവം മാറ്റി. ഒന്നുമില്ലെന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. ആ, എന്നിട്ട്? ഫോണിൽ തിരക്കിക്കൊണ്ട് അവൻ പിന്തിരിഞ്ഞ് പൂമുഖത്തേക്ക് പോയി. അവിടെ നിന്നും ശബ്ദം താഴ്ത്തി സംസാരിച്ചു. ഹാ, നീ ഇങ്ങനെ നോക്കിയിരിക്കാതെ ആഹാരം കഴിക്കൂ ശിവജി. ബീരാൻകുട്ടി ഒരു കസേര നീക്കിയിട്ട് അവന്റെ അരികിലിരുന്നു. സന്ദേഹത്തോടെയാണ് ശിവജി പിന്നെ കഴിച്ചത്. എന്തോ പ്രശ്നമുണ്ടായെന്ന് അവന്റെ മനസ്സ് പെറുവിറുത്തുകൊണ്ടിരുന്നു. അതെന്തായാലും തനിക്ക് ഗുണകരമാവില്ല. ഭക്ഷണം കഴിഞ്ഞ് എഴുന്നേറ്റ് അവൻ തിടുക്കത്തിൽ മജീദിന്റെ അടുത്തെത്തി. ആരാടാ ഫോണിൽ സംസാരിച്ചത്? എൻ്റെ ഒരു സുഹൃത്താ. എന്താ പറഞ്ഞത്? മുറ്റത്തെ ചൗക്കമരത്തിലിരുന്ന് നിലവിളിക്കും പോലെ ഒരു കാക്ക കരഞ്ഞു. അത് നോക്കിയിട്ട് മജീദ് പറഞ്ഞു, മണ്ണാരപ്പെട്ടി ബസ് സ്റ്റാൻഡിൽ ഭഗവതിയപ്പന്റെ വെട്ടേറ്റ് വീണ ഡ്രൈവർ മരിച്ചു. ഭഗവതിയപ്പൻ ഒളിവിൽ പോയി. അത് നേരാവാം. പക്ഷേ നിന്റെ മുഖത്തുണ്ടായ ഭാവമാറ്റം ഞാൻ കണ്ടതാ മജീദേ. പ്രധാനപ്പെട്ട മറ്റെന്തോ വിവരം കൂടി നീ ഫോണിലൂടെ അറിഞ്ഞിട്ടുണ്ട്. അമ്പരപ്പിൽ മജീദ് ശിവജിയെ നോക്കി. അവൻ തലയിളക്കി. എന്താണെങ്കിലും നീ പറഞ്ഞോടാ. എന്തു കേൾക്കാനും അനുഭവിക്കാനും പ്രതിരോധിക്കാനുമുള്ള ചങ്കറപ്പ് നേടിക്കൊണ്ടാണ് എൻ്റെ വരവ്. ബീരാൻകുട്ടിയും അവർക്കടുത്തേക്ക് വന്നു. സ്ത്രീകൾ മജീദ് പറയുന്നത് കേൾക്കാൻ വാതിൽക്കിൽ കാത്തു നിൽക്കുകയാണ്. മജീദ് എല്ലാവരെയും ഒന്ന് നോക്കി. മറയൂർ ടൗണിലേറ്റ പരാജയത്തിന് ശത്രുക്കളുടെ ചെറിയൊരു തിരിച്ചടി. അവനൊക്കെ വിചാരിക്കുന്നത് ഇതൊക്കെ കണ്ട നമ്മൾ വിരളുമെന്നാ. പോട്ടെ വൃത്തികെട്ടവന്മാര്. ശിവജി അസ്വസ്ഥനായി. നീ കാടും പടലും തല്ലാതെ ഉള്ള കാര്യം പറ മജീദേ. പറയാം. ഒന്ന് നിർത്തിയിട്ടാണ് അവൻ പറഞ്ഞത്. കാന്തല്ലൂരിൽ ശിവജിയുടെ വീടിന് ആരോ തീയിട്ടു. സുമോയിൽ വന്ന ഒരു സംഘമാണെന്നാണ് അറിഞ്ഞത്. അവന്മാർ പെട്ടെന്ന് പോയി. ആളുകൾ ഓടിക്കൂടിയപ്പോഴേക്കും അവർ നിർത്തി. എൻ്റെ മലയാളത്ത് ഭഗവതി അമ്മേ! അത് കേട്ട് ഒരു നിലവിളിയോടെ മീനാക്ഷിയമ്മ നെഞ്ചിൽ കൈവച്ചു. ഉണ്ടായിരുന്നതൊക്കെ അവിടെ ആയിരുന്നല്ലോ. വെറും കൈയോടെയാണല്ലോ ഞങ്ങൾ ഇറങ്ങിപ്പോന്നത്. കരയാതമ്മേ. ദുർഗ അവരെ ചേർത്ത് പിടിച്ചു. അവിടെ ആയിരുന്നേല് അവർ നമ്മളെ കൂടി കത്തിക്കില്ലായിരുന്നോ? അങ്ങനെ ഉണ്ടായില്ലല്ലോ. നമുക്ക് ജീവനെങ്കിലും കിട്ടിയില്ലേ? ഏട്ടനെ കാണാൻ കഴിഞ്ഞില്ലേ? എന്നാലും മീനാക്ഷി അമ്മയ്ക്ക് സങ്കടം അടക്കാൻ കഴിയുന്നില്ല. ചോര വേർപ്പാക്കി ഉണ്ടാക്കി വെച്ചിരുന്ന ഇച്ചിരി കാശ്, പിന്നെ നമ്മുടെ തുണി സാധനങ്ങളും ഒക്കെ പോയില്ലേ. കാലമാടന്മാര്. പോയതൊക്കെ പോട്ടമ്മേ, ശിവജി പറഞ്ഞു. ഇനി നമുക്ക് ആദ്യം മുതൽ തുടങ്ങണം. അത്രയല്ലേ ഉള്ളൂ. അതിനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. 10 വർഷം ജയിലിൽ പണിയെടുത്തതിൻ്റെ ഇത്തിരി സമ്പാദ്യം എൻ്റെ പക്കലുണ്ട്. ഒന്ന് തുടങ്ങി വയ്ക്കാൻ അതൊക്കെ മതി. അവൻ്റെ വാക്കുകൾ മീനാക്ഷി അമ്മയ്ക്കും ദുർഗയ്ക്കും ശക്തി പകരുന്നതായിരുന്നു. ഒരു കസേര നീക്കിയിട്ട് ശിവജി ഇരുന്നു. മജീദേ, ഇനി എനിക്കെല്ലാം അറിയണം. 10 വർഷത്തെ വിശേഷങ്ങൾ. അമ്മയും ദുർഗയും നീ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ ഉണ്ടായ കാരണം? അങ്ങനെയെല്ലാം. ഒന്നും വിട്ടുപോകരുത്. എന്നിൽ നിന്നൊന്നും മറക്കുകയും ചെയ്യരുത്. അവൻ മീനാക്ഷി അമ്മയ്ക്കും ദുർഗയ്ക്കും നേരെ തിരിഞ്ഞു. നിങ്ങൾക്കും പറയാനുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ. അതും എനിക്ക് കേൾക്കണം. ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് പോകും മുമ്പ് തന്നെ. അപ്പോ ഇവിടുന്ന് പോകാൻ നിനക്ക് ധൃതിയായ മോനെ? ചോദിച്ചത് ഖദീജയാണ്. അതുകൊണ്ടല്ലമ്മ, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മറയൂരിൽ ചെയ്യാനുണ്ട്. അതുകൊണ്ടാ. എല്ലാം നേരത്തെ അറിയണം, മറ്റാരും പറയാതെ തന്നെ. ഒരു നിമിഷം അവിടെ നിശബ്ദത പരന്നു. ചൗക്കമരത്തിന് മുകളിലിരുന്ന് കാക്ക വീണ്ടും കരഞ്ഞു. ഓ പന്ന കാക്കേ! ചെല്ലൻ മുറ്റത്തേക്ക് ഇറങ്ങി ഒരു കല്ലെടുത്ത് കാക്കയെ എറിഞ്ഞോടിച്ചു. ആദ്യം ശിവജിക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തത് മജീദാണ്. അതിനുശേഷം ദുർഗ. മീനാക്ഷി അമ്മ അരുതെന്ന് വിലക്കിയിട്ടും തങ്ങളുടെ മുന്നിൽ വെച്ച് സുനന്ദ ക്രൂരമായി കൊല്ലപ്പെട്ടതിനെപ്പറ്റി ദുർഗ അവനോട് പറയുക തന്നെ ചെയ്തു. പല്ലുകൾ അമർത്തിപ്പിടിച്ചിരുന്നാണ് ശിവജി അത് കേട്ടത്. അപ്പോ ലെനിന്റെ രീതിയിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. ആരോടുന്നില്ലാതെ ശിവജി പെറുപെറുത്തു. ഈ വരുന്ന ഇലക്ഷന് അവൻ ജയിച്ചാൽ പിന്നെ അവനെ ഒന്ന് തൊടാൻ പോലും നമുക്കാവില്ല, അല്ലേ മജീദേ? അതെ, മജീദ് സമ്മതിച്ചു. അപ്പോ എന്ത് ചെയ്യണം നമ്മൾ? ഒന്നുകിൽ അവൻ നിൽക്കാതിരിക്കണം, അല്ലെങ്കിൽ തോൽക്കണം. രണ്ടിലൊന്നും നടന്നിരിക്കണം. വീറോടെ ശിവജി എഴുന്നേറ്റു. മജീദും. മോനെ!
മീനാക്ഷി അമ്മ ഭീതിയോടെ വിളിച്ചു. അതെ അമ്മേ. ശിവജിയുടെ കണ്ണുകൾ ഒന്ന് മിന്നി. ഇനി നീയും കണക്കുകൾ ബാക്കി കിടക്കുമ്പോൾ ആണുങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ അമ്മേ? അവൻ മൂർച്ചയുള്ള നോട്ടത്തോടെ അമ്മയ്ക്കു നേരെ തിരിഞ്ഞു. അച്ഛൻ അങ്ങനല്ലായിരുന്നോ? മീനാക്ഷി അമ്മയ്ക്ക് ഉത്തരം മുട്ടി. അവൻ തുടർന്നു. ആ അച്ഛന്റെ മോനല്ലേ ഞാൻ. പക്ഷേ അമ്മ പേടിക്കണ്ട. ഇനി എന്നെ കള്ളക്കേസിൽ കുടുക്കി അകത്തിടാൻ ഒരുത്തനും കഴിയില്ല. ഞാനും എൻ്റെ ചെറു സൈന്യവുമുണ്ട് ശിവജി നിന്റെ കൂടെ, ശത്രുവിൻ്റെ പത്തി ഓടിക്കാൻ. മജീദ് ആവേശത്തോടെ അവൻ്റെ കരം കവർന്നു. ഇനി യുദ്ധകാന്ഡം. മറയൂരിനെയും കാന്തല്ലൂരിനെയും ശുദ്ധമാക്കാതെ ഇനി നമുക്ക് വിശ്രമമില്ല. ആ വാക്കുകൾ ഏറ്റുപിടിച്ചിട്ടെന്നവണ്ണം ഒരു കാറ്റ് വട്ടം ചുറ്റി വീശി. ചൗക്കുമരങ്ങൾ കാറ്റിലുലഞ്ഞ് മുടിയഴിച്ചാടി. വരാൻ പോകുന്നത് നടുങ്ങുന്ന നിമിഷങ്ങളായിരിക്കുമെന്ന് ബീരാൻകുട്ടിക്ക് പോലും തോന്നി. കാറ്റടങ്ങിയപ്പോൾ ശിവജി പുഞ്ചിരിച്ചു. മജീദേ, ജയിലിൽ നിന്ന് വന്നാലുടൻ കാണേണ്ട ഒരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു, ലെനി. അവനെ കാണണം. അവൻ എവിടെയുണ്ട് എന്നറിയണം. യുദ്ധത്തിനു മുമ്പുള്ള ആദ്യത്തെയും അവസാനത്തെയും സൗഹൃദ സന്ദർശനം. മറയൂരിൽ ഇന്ന് നടന്ന കലാപരിപാടികൾക്ക് പിന്നിലും അവനായിരുന്നെന്ന് എനിക്കറിയാം. അവനെ കണ്ടുപിടിക്കാം. മജീദ് സെൽഫോൺ എടുത്തു. ആ നേരത്ത് തിരുമൂർത്തിയുടെ വീടിന് മുന്നിൽ തന്റെ സുമോയിൽ ചെന്നിറങ്ങുകയായിരുന്നു ലെനിൻ. AC-യും എഞ്ചിനും ഓഫ് ചെയ്ത് അവൻ ഇറങ്ങി. ദേവമ്മ വാതിൽക്കൽ തല നീട്ടി. ലെനിന്റെ ഒപ്പം മൂർത്തിയില്ലെന്ന് കണ്ട് ചോദ്യഭാവത്തിൽ അവൾ ലെനിനെ നോക്കി. തലേന്നത്തെ സംഭവമൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. മൂർത്തിയെ ഞാൻ ഒരു സ്ഥലം വരെ അയച്ചേക്കുക പറഞ്ഞുകൊണ്ട് ലെനിൻ വാതിൽക്കലെത്തി. പിള്ളേരെന്തിയെ? സ്കൂളിൽ പോയി. ദേവമ്മ ഒരു വശത്തേക്ക് മാറി. ലെനിൻ അകത്ത് കടന്നിരുന്നു. അവൻ വന്നിട്ടുണ്ട് ശിവജി. എന്നിട്ട്? ദേവമ്മയിൽ ഒരു വിളർച്ചയുണ്ടായി. എന്നിട്ടെന്താ? ഒന്നുമില്ല. ലെനിൻ ചിരിക്കാൻ ശ്രമിച്ചു. അല്ല, മൂർത്തിയണ്ണൻ അവൻ ഒന്നും ചെയ്യത്തില്ല. അതിനുള്ള ധൈര്യമൊന്നും അവനില്ല. ലെനിൻ പുറത്തേക്ക് നോക്കി. ഉച്ചവെയിലിൽ കരിമ്പോലകൾ തിളങ്ങുന്നു. കണ്ണെത്തുന്ന ഭാഗത്തൊന്നും ആരെയും കണ്ടില്ല. അകത്ത് കുപ്പി കാണും, ഒന്നിങ്ങെടുത്തോ, ഗ്ലാസും വെള്ളവും. ഒന്ന് മടിച്ചിട്ടാണെങ്കിലും ദേവമ്മ അകത്തു മറിഞ്ഞു. ലെനിൻ ഒരു സിഗരറ്റ് ചുണ്ടിൽ തിരുകി തീ കത്തിച്ച് പുകയൂതി. ദേവമ്മ മടങ്ങി വന്നു. ഒരു ടീപ്പ് അവന്റെ മുന്നിലേക്ക് നീക്കിയിട്ടു. പിന്നെ മദ്യക്കുപ്പിയും ഗ്ലാസും വെള്ളം നിറഞ്ഞ മൊന്തയും അതിൽ വെച്ചു. അപ്പോൾ അവളുടെ ചന്ദന നിറമാർന്ന മാറിടങ്ങളുടെ അല്പം ഭാഗം അവന്റെ കണ്ണിലുടക്കി. അത് മനസ്സിലാക്കി അവൾ പെട്ടെന്ന് നിവർന്നു. ലെനിന്റെ ചോരയോട്ടത്തിൽ ഒരു കുതിപ്പുണ്ടായി. അവൻ സിഗരറ്റ് ഇടം കൈയിലേക്ക് മാറ്റിയിട്ട് മദ്യം ഗ്ലാസിൽ പകർന്ന് വെള്ളം ചേർത്തു. പിന്നെ ഒരിറക്ക് കുടിച്ചിട്ട് സിഗരറ്റ് വീണ്ടും വലിച്ചൂതി. പുകപടലത്തിനപ്പുറത്ത് മഞ്ഞിൽ എന്ന വണ്ണം ഭിത്തിയിൽ ചാരി നിൽക്കുന്ന ദേവമ്മയെ അവൻ കണ്ടു. തൊട്ടുകൂട്ടാൻ ഒന്നുമില്ലേ? അവന്റെ ചോദ്യം കേട്ട് അവൾ പിൻവാങ്ങി. മടങ്ങിയെത്തത് മീൻകറി നിറച്ച പാത്രവുമായാണ്. അവൻ വിരൽ കൊണ്ട് മീൻചാറിൽ തൊട്ട് നാവിൽ തേച്ചു. അതിന്റെ രുചി ആസ്വദിക്കുന്ന മട്ടിൽ ഇത്തിരി നേരം ഇരുന്നു. ദേവമ്മയുടെ കൈപുണ്യം, ഞാൻ അത് ഓർക്കാറുണ്ട്. ഓ, അത്ര അങ്ങ് ശരിയായിട്ടില്ല. സങ്കോചത്തോടെ അവൾ പ്രതിവചിച്ചു. അല്ലെന്നേ. അവൻ ഗ്ലാസ്സിൽ അവശേഷിച്ച മദ്യം കൂടി ഊറ്റിക്കുടിച്ചു. പിന്നെ സിഗരറ്റ് ഒന്ന് ആഞ്ഞു വലിച്ചു. കുറ്റി നിലത്തിട്ട് ചവിട്ടി അരച്ചുകൊണ്ട് എഴുന്നേറ്റു. ദേവമേ, അവൾ മൂളി. സത്യത്തിൽ ഈ കുടിൽ കഴിയേണ്ടവരല്ല നീയും മക്കളും. അത് സാരമില്ല മുതലാളി. അവളുടെ തല കുനിഞ്ഞു. അതല്ല, കാന്തല്ലൂരെ കരിമ്പിൻ തോട്ടത്തിൽ 2 ഏക്കർ നിന്റെ പേരിൽ എഴുതി തരാനും അതിലൊരു വീട് വെച്ച് നിങ്ങളെ താമസിപ്പിക്കാനുമാണ് എൻ്റെ തീരുമാനം. അവൻ മെല്ലെ അവൾക്കരികിലേക്ക് ചുവട് വെച്ചു. യോ, അതൊന്നും വേണ്ട മുതലാളി. അവൾ സങ്കോചത്തോടെ ഭിത്തിക്കരിയിലേക്ക് അല്പം കൂടി ചേർന്ന് നിന്നു. അതല്ല, വേണം. അവൻ അവളുടെ തൊട്ടടുത്തെത്തി. അതെന്റെ തീരുമാനമാണ്. എന്നെ ആശ്രയിച്ച് കഴിയുന്നവർ നല്ല നിലയിൽ ജീവിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. അവൻ അവളുടെ തോളിൽ കൈവച്ചു. മുതലാളി. ഞെട്ടലോടെ അവൾ തിന്നിമാറി. ഹാ, നീ പേടിക്കേണ്ട. ഇക്കാര്യം നമ്മൾ 2 ആളല്ലാതെ മറ്റാരും അറിയത്തില്ല. അവൾ വല്ലാതെ കിതച്ചു. വേണ്ട മുതലാളി. അവൾ കൈകൂപ്പി. ദൈവത്തെ ഓർത്ത് എന്നെ ഉപദ്രവിക്കരുത്. എൻ്റെ മുഖത്തൊരു പുച്ഛഭാവം തിങ്ങി. അതെന്താ ദേവമേ അങ്ങനെ? നീയും ഭർത്താവും കുഞ്ഞുങ്ങളും കഴിയുന്നത് എൻ്റെ മണ്ണിലാണെന്ന് മറന്നോ? മറന്നെങ്കിൽ ഓർക്കണം, നീയും നിന്റെ കുടുംബവും ധരിക്കുന്ന വസ്ത്രവും
കഴിക്കുന്ന ആഹാരവും എല്ലാം എൻ്റെ ഔദാര്യമാണ്. ദേവമ്മയുടെ കൺകോണുകളിൽ 2 തുള്ളി നീർ തിളച്ചു. താനൊരു കടുകുമണിയോളം ചെറുതായി പോകുന്നത് അവൾ അറിഞ്ഞു. അവൾക്ക് സ്വയം അവജ്ഞ തോന്നി. ലെനിൻ തുടർന്നു. ഞാനിവിടെ നിന്നിറക്കിവിട്ട നീയും മക്കളും തെണ്ടും. ഈ മറയൂരിൽ ഒറ്റയൊരാൾ പോലും നിനക്കൊക്കെ 1 തുള്ളി വെള്ളം തരില്ല, അറിയാമല്ലോ. ദേവമ്മയ്ക്ക് മിണ്ടാനായില്ല. തിരുമൂർത്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നിമിഷങ്ങളെ ആദ്യമായി അവൾ ശപിച്ചു. ഗുണ്ടയായിരുന്നെങ്കിലും ഇത്രയും കാലം അവൾ അയാളെ വെറുത്തിരുന്നില്ല. അങ്ങ് ഏതോ മലമടക്കുകളിൽ നിന്ന് പ്രതിധ്വനിച്ചു വരുന്നത് പോലെ ലെനിന്റെ ശബ്ദം അവൾ വീണ്ടും കേട്ടു. പിന്നെ നിന്റെ ഭർത്താവ് മൂർത്തി, എന്റെ ബലത്തിലാണ് അവൻ ഈ തോന്നിയാസങ്ങൾ മുഴുവൻ കാട്ടിക്കൂട്ടുന്നത്. ആ കാശ് കൊടുത്തും കൊടുക്കാതെയും എനിക്ക് എത്ര ആളിനെ വേണമെങ്കിലും കിട്ടും. പക്ഷേ ഞാൻ കൈയൊഴിഞ്ഞെന്നറിഞ്ഞാൽ ആ നിമിഷം അവനെ പോലീസ് വെക്കും. അല്ലെങ്കിൽ അവൻ ഉപദ്രവിച്ചിട്ടുള്ള ആളുകൾ അവനെ പേപ്പട്ടിയെ പോലെ കല്ലെറിഞ്ഞു കൊല്ലും. അത് വേണോ? ഇത്തവണ ഉച്ചത്തിലേങ്ങിപ്പോയി ദേവമ്മ. ലെനിൻ അത് ശ്രദ്ധിച്ചില്ല. പിന്നെ നിനക്കും നിന്റെ മക്കൾക്കും ആത്മഹത്യയല്ലാതെ മാർഗമില്ല. അല്ലെങ്കിൽ മക്കൾക്ക് അന്നം കൊടുക്കാൻ 3/4 ചക്രത്തിന് നീ തുണിയുരിയേണ്ടി വരും. വേണോ അത്? ശരീരം മുഴുവൻ മുള്ളുവേലി കൊണ്ട് ചുറ്റപ്പെട്ടതുപോലെ പിടഞ്ഞുപോയി ദേവമ്മ. മുതലാളി, ഞാൻ... എങ്ങലിനിടയിൽ അവളുടെ നാവിൻ തുമ്പിൽ നിന്ന് അക്ഷരങ്ങൾ അടർന്നു. തീരുമാനിക്കേണ്ടത് നീയാണ്. ഈ സെറ്റപ്പ് നമ്മൾ രണ്ടാളും അല്ലാതെ മറ്റാരും അറിയില്ല. പിന്നെ മൂർത്തിയെ വഞ്ചിച്ചില്ലെന്നുള്ള കുറ്റബോധം നിനക്ക് വേണ്ട. ചന്ദ്രൻ നിന്നെ ബലാത്കാരം ചെയ്തെന്ന് പോലീസിൽ സ്റ്റേറ്റ്മെന്റ് കൊടുപ്പിച്ച അവന് നിന്നോടുള്ള സ്നേഹം എത്രയെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഭർത്താക്കന്മാരുള്ള എത്രയോ സ്ത്രീകളെ നശിപ്പിച്ചിട്ടുണ്ട് അവൻ. അവന് നിന്നിൽ അധികാരം ഉറപ്പിക്കാൻ എന്തവകാശം? ലെനിൻ ചോദിച്ചു നിർത്തി. ശില പോലെ തല താഴ്ത്തി നിൽക്കുകയായിരുന്നു ദേവമ്മ. ലെനിൻ വീണ്ടും അവളുടെ തോളിൽ കൈവച്ചു. ആ കൈ തട്ടിമാറ്റാൻ അവളുടെ മനം കൊതിച്ചെങ്കിലും ശരീരം അനങ്ങിയില്ല. അവളെ ചേർത്ത് പിടിച്ച് ഒരു മന്ദഹാസത്തോടെ അവൻ കിടപ്പുമുറിയിലേക്ക് പോയി. സമയം 3 മണി. നാബി മജീദിന്റെ ക്വാളിസ് വാൻ കാന്തല്ലൂരിൽ ശിവജിയുടെ വീടിന് മുന്നിലെ റോഡിൽ വന്നു നിന്നു. അതിൽ നിന്ന് ശിവജിയും മീനാക്ഷിയമ്മയും ആദ്യം ഇറങ്ങി. പിന്നാലെ ദുർഗയും ചെല്ലനും, ഏറ്റവും ഒടുവിൽ മജീദും. എല്ലാവരുടെയും കണ്ണുകൾ ചാരക്കൂനയായി കിടക്കുന്ന ആ വീടിന് നേർക്കായിരുന്നു. കരിമ്പോലകൾ കൂട്ടിയിട്ട് കത്തിച്ചതുപോലെയാണ് തോന്നിയത്. മീനാക്ഷിയമ്മയുടെ ഹൃദയം വിങ്ങിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ സമ്പാദ്യമാണ് ചാരക്കൂനയായി കിടക്കുന്നത്. ചാരത്തിൽ നിന്ന് അപ്പോഴും വെളുത്ത നൂലുപോലെ പുക ഉയരുന്നുണ്ടായിരുന്നു. പരിസരവാസികളിൽ ചിലർ അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. വാഹനം വന്നു നിൽക്കുന്നതിന്റെ ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കി. പിന്നെ മീനാക്ഷിയമ്മയെ കണ്ട് തിടുക്കത്തിൽ അങ്ങോട്ട് വന്നു. അപ്പോഴാണ് അവർ ശിവജിയെ ശ്രദ്ധിച്ചത്. ശിവജി എപ്പോഴെത്തി? രാവിലെ. പെട്രോൾ ഒഴിച്ച് തീ വെച്ചതുപോലെയായിരുന്നു ശിവജി. ഞങ്ങൾ ഓടി വരുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു, ഒരാൾ പറഞ്ഞു. ശിവജി അമർത്തി മോളി. അല്ല മീനാക്ഷിയമ്മേ, നിങ്ങൾ എവിടായിരുന്നു? ആരോടും പറയാതെ എന്താ പോയത്? അയൽക്കാരി മുരുകമ്മ തിരക്കി. ഒരത്യാവശ്യമുണ്ടായിരുന്നു. മീനാക്ഷിയമ്മ വീട്ടുമുറ്റത്തേക്ക് കയറി. പിന്നാലെ മറ്റുള്ളവരും. ചെല്ലൻ മാത്രം ശർക്കര ഷെഡിലേക്ക് പോയി. അപ്പോഴേക്കും വിവരമറിഞ്ഞ് മറ്റുള്ളവർ വരവായി. എല്ലാവരും നോക്കിയത് ശിവജിയാണ്. ഇന്നലെ വിട്ടായിരുന്നു അല്ലേ ശിവജി? കുഴിയിൽ വാസുദേവൻ അവന്റെ കരം കവർന്നു. അപ്പോഴും ശിവജി മൂളി. വടികുത്തി അമരാവതി തള്ളയും എത്തി. എന്നാലും ഇതെന്തോന്ന് പോക്കായിരുന്നടി മീനാക്ഷി. ആരോടും പറയാൻ പറ്റിയില്ല അമ്മച്ചി. മറുപടി നൽകിയത് ദുർഗയാണ്. ഞങ്ങൾ വിചാരിച്ച് നിങ്ങൾ ആരേലും പിടിച്ചോണ്ട് പോയതായിരിക്കുമെന്നാ. അല്ല, അതാണല്ലോ ഇപ്പൊ ഇവിടെ നടക്കുന്നത്. ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. തള്ള ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അല്ലേല് പട്ടാപകല് ഈ തെമ്മാടിത്തരം കാണിക്കുമോ? അമരാവതി തള്ളയുടെ കണ്ണുകൾ അപ്പോഴാണ് ശിവജിയിൽ പതിഞ്ഞത്. വിശ്വാസം വരാഞ്ഞ് നെറ്റിക്ക് മീതെ കൈ ചരിച്ചു വെച്ച് അവനെ ഒന്നുകൂടി നോക്കി. എടാ, നീ ശിവജി അല്ലേ? നമ്മച്ചി. അവൻ വേഗം മുന്നോട്ട് വന്ന് അവരുടെ കരം കവർന്നു. പവൻ രാജ് എന്തി അമ്മച്ചി? അപ്പൊ നീയൊന്നും അറിഞ്ഞില്ല മോനെ? അമരാവതി തള്ള ഒന്ന് വിറച്ചു. അവനെ ഞാൻ കണ്ടിട്ട് വർഷം 5 അവന്റെ കയ്യിൽ ഒരാശ്രയത്തിന് എന്നവണ്ണം അള്ളിപ്പിടിച്ചു. ശിവജി ഞെട്ടിപ്പോയി. അവനെന്തു പറ്റി? ആർക്കറിയാം. ഒന്നും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. പിന്നെ കണ്ടിട്ടില്ല.
ആർക്കും അറിയത്തുമില്ല. ഞാൻ നോക്കിയിരിക്കുക ഓരോ ദിവസം അവൻ അമ്മച്ചിയെ വിളിച്ചോണ്ട് കയറി വരുമെന്ന്. തള്ളയുടെ സ്വരം ശോഷിച്ചു വന്നു. വടികുത്തി അവർ തറയിലിരുന്നു. ശിവജി ഓർത്തു നോക്കി പവൻരാജിനെ. തന്നെ എന്നും ആരാധനയോടെ കണ്ടിരുന്നവൻ, തന്റെ അനുജനെ പോലെ. അവന്റെ തിരോധാനം സാധാരണ സംഭവമല്ലെന്ന് തോന്നി ശിവജിക്ക്. അവൻ കുനിഞ്ഞ് അമരാവതി തള്ളയുടെ തലയിൽ തടവി. അമ്മച്ചി വിഷമിക്കണ്ട, ഞാൻ കണ്ടുപിടിച്ചു തരും പവനെ. അവൻ അവൻ ചത്തുപോയാലോ മോനെ? ഹൃദയം നുറുങ്ങും പോലെയായിരുന്നു അവരുടെ ചോദ്യം. ശിവജിക്ക് ഉത്തരം മുട്ടി. എനിക്കറിയാം. തള്ള പിറുപിറുക്കിയാണ്. എൻ്റെ കുഞ്ഞു ജീവനോടെ കാണത്തില്ല, അല്ലെങ്കിൽ അവൻ വന്നേനെ. അമ്മച്ചി. ശിവജി എന്തോ പറയാൻ ഭാവിക്കുകയായിരുന്നു. ദുർഗേച്ചി! പെട്ടെന്നൊരു വിളി. ഏവരും തിരിഞ്ഞു നോക്കി. ചെല്ലൻ ശർക്കര ഷെഡിൽ നിന്നും പാഞ്ഞു വരികയാണ് അവൻ. അരുതാത്തത് എന്തോ നടന്നെന്ന് ദുർഗയ്ക്ക് ബോധ്യമായി. എന്താടാ? പക്ഷേ മറുപടി പറയാനാവാതെ അവൾക്ക് മുമ്പിൽ നിന്ന് അവൻ കിതച്ചു. എടാ ചെല്ല, പറയാൻ. ദുർഗ അവന്റെ ഇരു തോളിലും പിടിച്ച് തെല്ലി ശക്തിയിൽ ഒന്ന് കുലുക്കി. എല്ലാ കണ്ണുകളും അവനിലായിരുന്നു. പൊടുന്നനെ അവന്റെ കണ്ണുകൾ നിറഞ്ഞു തൂവി. ഞെട്ടലോടെ ദുർഗ കണ്ടു അവന്റെ ഇടതു കവിളത്ത് തിണർത്തു കിടക്കുന്ന വിരൽപ്പാടുകൾ. നിന്നെ ആരാണ്ട് തല്ലിയോടാ? അവളുടെ ഒച്ച അറിയാതെ ഉയർന്നു പൊങ്ങി. ശിവജിയും അഭിഭജിതും പരസ്പരം ഒന്ന് നോക്കിയിട്ട് ചെല്ലന്റെ അടുത്തേക്ക് വന്നു. ചെല്ലൻ ദുർഗയുടെ അരികിലേക്ക് ഒതുങ്ങി നിന്നിട്ട് കുന്നിൻചെരിയിലേക്ക് കൈ ചൂണ്ടി. അവിടെ ശർക്കര ഷെഡിൽ വേറെ ചിരല്. അങ്ങോട്ട് ചെന്നപ്പോ എന്നെ ചീത്ത വിളിച്ചു, തല്ലി ഓടിച്ചു. ദുർഗ കിടുങ്ങി. ശർക്കര ഷെഡിൽ വേറെ ആര്? നമ്മൾ ശർക്കര ഉണ്ടാക്കിക്കൊണ്ടിരുന്നതല്ലേ അവിടെ? അവൾ ശിവജിയുടെ നേരെ തിരിഞ്ഞു. ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല ചേട്ടാ. ഒക്കെ അവറാച്ചന്റെയും ലെനിന്റെയും പണിയായിരിക്കും. മോളെ, മീനാക്ഷി അമ്മ എന്തോ പറയാനാഞ്ഞു. വേണ്ടമ്മേ. ശിവജി കൈ ഉയർത്തി. ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം. അവൻ മുണ്ടു മടക്കി കുത്തി. വട്ടം ചുറ്റി ഒരു കാറ്റ് വന്നു. കത്തി അമർന്ന വീട്ടിൽ നിന്നും ചാരം ഇളകി പറന്നു. അപ്പോൾ തീക്കനലുകൾ തിളങ്ങി. ശിവജിയുടെ കണ്ണുകൾ ആ തിളക്കം ആവാഹിച്ചു. വാടാ. ശിവജി ചെല്ലന്റെ കൈ പിടിച്ച് ധൃതിയിൽ നീങ്ങി. തൊട്ടു പിന്നാലെ മജീദും ദുർഗയും മറ്റാളുകളും. മീനാക്ഷിയമ്മയും അമരാവതി തലയും മാത്രം അവിടെയിരുന്നു. എന്റെ മലയാളത്ത് ഭഗവതി, എന്തൊക്കെ ഇനി കാണേണ്ടി വരും? വിലാപം പോലെയായിരുന്നു മീനാക്ഷിയമ്മയുടെ ശബ്ദം. അമരാവതി തള്ള അവർക്ക് നേരെ തലചിരിച്ചു. കാണേണ്ടത് കാണാതിരിക്കാൻ പറ്റുമോടി മീനാക്ഷി? എനിക്ക് ഉറപ്പാ, ചാരം മൂടിക്കിടന്ന സത്യങ്ങൾ ശിവജി പുറത്തു കൊണ്ടുവരും. നമ്മൾ കരുതാത്ത കാര്യങ്ങൾ, എൻ്റെ പവനെക്കുറിച്ച് വരെയുള്ള കാര്യങ്ങൾ. മീനാക്ഷിയമ്മ മിണ്ടിയില്ല. മകനും മറ്റുള്ളവരും പോയ വഴിയിലേക്ക് നോക്കി അവർ നിന്നു, തലയിൽ കൈവച്ചുകൊണ്ട്. റോഡിലൂടെ നടന്നു നീങ്ങിയ ആ സംഘം കുന്നിൻ ചെരുവിലേക്ക് കയറി പോകുന്നത് അവർ കണ്ടു. നേരം അധികമായിട്ടില്ലെങ്കിലും സൂര്യൻ കുന്നിനപ്പുറത്ത് മറഞ്ഞു കഴിഞ്ഞു. മഞ്ഞോ ആകാശമോ എന്ന് തിരിച്ചറിയാത്ത വെള്ള പുക പോലെ ഒരു നിറം കുന്നിൽ വ്യാപിച്ചിരിക്കുന്നു. ചെല്ലനെയും കൂട്ടി ശർക്കര ഷെഡിലേക്ക് ചെന്ന ശിവജി കരിമ്പോലകൾക്ക് മീതെ കാലമർത്തി ഒരു നിമിഷം നിന്നു. ഷെഡിനുള്ളിൽ കൊപ്പറയിൽ തിളയ്ക്കുന്ന പാനി, വെന്തു വരുന്ന കരിമ്പിൻ നീരിന്റെ മധുരമുള്ള ഗന്ധം. ഷെഡിന് പുറത്ത് ഫൈബർ കസേരയിൽ ഇരിക്കുന്ന വെള്ള ഷർട്ടുകാരൻ. അയാൾക്കരികിൽ തമിഴന്മാരെ പോലെ തോന്നിക്കുന്ന 4-5 തടിയന്മാർ. ആരാ ഇത്? തല മാത്രം തിരിച്ച് ശിവജി ദുർഗയെ നോക്കി. കസേരയിൽ ഇരിക്കുന്നത് അവറാച്ചൻ. തോട്ടം വാടകയ്ക്ക് പിടിച്ചത് അയാളാ. മറ്റുള്ളവരെ ആദ്യം കാണുക. നിങ്ങൾ നിൽക്ക്. മജീദിനോടും മറ്റും പറഞ്ഞിട്ട് ശിവജി ചെല്ലനുമായി മുന്നോട്ട് ചെന്നു. അവറാച്ചന്റെയും കൂട്ടാളികളുടെയും മുഖത്ത് വല്ലാത്തൊരു ഭാവം മിന്നിമാഞ്ഞു. കണ്ണുകൾ കൊണ്ട് അവർ സംസാരിച്ചു. പാനി ഇളക്കിക്കൊണ്ടിരുന്ന ഒരു തടിയൻ കൂടി പെട്ടെന്ന് പുറത്തേക്ക് വന്നു. ലുങ്കിയും കൈയില്ലാത്ത ബനിയനും വേഷം. വിയർപ്പിൽ നനഞ്ഞ ബനിയൻ ശരീരത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നു. അയാളുടെ കറുത്ത മുഖത്തുകൂടി പിന്നെയും വിയർപ്പ് കണങ്ങൾ താഴേക്കിറ്റു. ശിവജി അവറാച്ചന്റെ മുന്നിലെത്തി. അവറാച്ചൻ മുഖമുയർത്തി. അല്ല, ഒരു കാര്യം അറിയാൻ വന്നതാ. ചോദിച്ചോളൂ. അവറാച്ചൻ ഇടംകാലുയർത്തി വലങ്കാലിനു മേലെ വെച്ച് മെല്ലെ വിറപ്പിച്ചു. മറ്റുള്ളവർ അല്പമൊഴിഞ്ഞ അർദ്ധവൃത്താകൃതിയിൽ നിലയുറപ്പിച്ചു. ഈ കൊച്ചു പയ്യന്റെ കവിളത്ത് ആരോ അടിച്ചു. അതാരാണെന്ന് അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാടാ? അവറാച്ചന് യാതൊരു കൂസലുമില്ല. അവിടെ നിൽക്കുന്നവരുടെ പിൻബലത്തിൽ അയാൾക്ക് ഉറച്ച വിശ്വാസമുണ്ടെന്ന് ശിവജിക്ക് ബോധ്യമായി.
അവറാച്ചൻ ഒരു സിഗരറ്റ് കത്തിക്കാനുള്ള നേരമെടുത്തിട്ട് തുടർന്നു. ഈ നിൽക്കുന്നത് എന്റെ പുതിയ പണിക്കാരാ. അങ്ങ് വെറ്റിലക്കൊണ്ടിൽ നിന്ന് വന്ന ഒന്നാന്തരം പണിക്കാര്. ഏത് നായിന്റെ മക്കള് എവിടുന്ന് വന്നെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ അവറാച്ച. ആദ്യം നീ ഞാൻ ചോദിച്ചതിന് മറുപടി താടാ. ശിവജിക്ക് പെരുത്തു കയറുകയാണ്. അതാ പറയാൻ വരുന്നത്. അവറാച്ചൻ ചിരിച്ചു. അങ്ങനെയുള്ള ഇവര് പണിയെടുത്തോണ്ട് നിൽക്കുമ്പോ ഇവിടെ പണിയാൻ നിങ്ങളൊക്കെ ആരാ? ഇന്നൊരു നരന്ത് പയ്യൻ വന്ന് ചോദിച്ചാ അവർക്ക് സൂഹിക്കുമോ? ഒരിക്കലുമില്ല. പക്ഷേ തല്ലിയത് ആരെന്ന് പറഞ്ഞില്ല. ശിവജി അസ്വസ്ഥനായി. തല്ലിയത് നാന്താൻ. അല്പം മുമ്പ് ഷെഡിൽ നിന്ന് ഇറങ്ങി വന്നവൻ പെട്ടെന്ന് ശിവജിയുടെ മുന്നിലേക്ക് നീങ്ങി നിന്നു. അയ്യാ, നീങ്കളാ? ശിവജി അത്ഭുതം ഭാവിച്ച് അയാളെ അടിമുടി നോക്കി. എന്റെ ആരോഗ്യം, എന്റെ മസില് ഉറുക്കുമാതിരിയേ ഇറുക്ക്. അയാൾ എളിയിൽ കൈകുത്തി നിന്ന് തലയാട്ടി. എന്നാൽ എന്റെ അണ്ണാച്ചി, നിങ്ങളെപ്പോലെ ഒരുത്തൻ ഇത്രയും ചെറിയൊരു ചെക്കന്റെ മേൽ കൈവയ്ക്കുക എന്ന് പറഞ്ഞ. ശിവജി ചെല്ലന്റെ തലമുടിയിൽ മൃദുവായി തടവി. ചെല്ല, പോയേക്കമടാ. ഇവനോടൊക്കെ മുട്ടാൻ നിന്നാ നമ്മൾ പിന്നെ കാണത്തില്ല. ആനയെ തല്ലാൻ ആടിനെ കൊണ്ട് പറ്റുമോടാ? ശിവജി പിന്തിരിയാൻ ഭാവിച്ചു. അണ്ണാ, ചെല്ലന് സങ്കടം വന്നു. ചെല്ല് ചെല്ല്, അതാ നല്ലത്, അവറാച്ചൻ ഉറക്കെ പറഞ്ഞു. ജയിലിൽ നിന്ന് വന്നവനാണേലും ജയ്പൂരിൽ നിന്ന് വന്നവനാണേലും ഇവർക്ക് ഒരുപോലെ. കേട്ടില്ലേ ചെല്ല അവറാച്ചൻ പറയുന്നത്? നമുക്ക് പോയേക്കാം. ശിവജി ചെല്ലനെ ദുർഗയ്ക്ക് നേരെ തള്ളി. പിന്നെ ഒരു നിമിഷം നിന്നു. അടുത്ത നിമിഷം അവന്റെ കാലുകൾ തറയിൽ റാ പോലെ കറങ്ങി. കറുത്ത മണ്ണും കരിമ്പോലുകളും ഒന്നിച്ച് നിരങ്ങി മാറി. തടിയൻ തമിഴന് ശിവജിയുടെ നീക്കം തിരിച്ചറിയാൻ പോലും നേരം കിട്ടിയില്ല. അതിനു മുമ്പേ കിട്ടി കഴുത്തിന് നെഞ്ചിനുമിടിയിൽ ഒരിടി. തെറിച്ചു ചെന്ന് അയാൾ ഷെഡിന്റെ ഭിത്തിയിൽ ഇടിച്ചു. പിന്നെ അതും തകർത്ത് അപ്പുറത്തേക്ക് മറിഞ്ഞു. എടാ, അലറിക്കൊണ്ട് അവറാച്ചൻ ചാടി എഴുന്നേറ്റു. അതിനു മുമ്പേ ശിവജി ഷെഡിലെത്തിയിരുന്നു. അവറാച്ചനും കൂട്ടരും ചെന്ന് നോക്കുമ്പോൾ മുന്നിൽ കണ്ടത് നടുക്കുന്ന കാഴ്ച. തറയിൽ മലർന്നു കിടക്കുന്ന തമിഴന്റെ നെഞ്ചത്ത് കാലമർത്തി ചവിട്ടി നിൽക്കുന്ന ശിവജി. ചണ്ടി അടുപ്പിലേക്ക് തള്ളുന്ന നീണ്ട കമ്പ് തമിഴന്റെ തൊണ്ടക്കുഴിയിൽ കുത്തി അമർത്തി പിടിച്ചിരിക്കുന്നു. അയാളുടെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. ശിവജിയുടെ കാൽ തള്ളി മാറ്റാൻ അയാൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കഴിയുന്നില്ല. നായിന്റെ മോനെ, നീ ഏത് കുണ്ടിൽ നിന്ന് വന്നവനാണേലും ശിവജിക്ക് പുല്ല. കാണണ്ടോടാ നിനക്ക് ഈ കൊപ്പറക്കിടയിലെ അടുപ്പിൽ കിടന്ന് നീ എരിയുന്നത്? തമിഴൻ കൈ ഉയർത്തി അരുതേ എന്ന് വിലക്കി. ഗുണ്ടായിസം കാണിക്കുന്നോടാ നീ? അവറാച്ചൻ മറ്റുള്ളവരെ നോക്കി അലറി. കൊന്ന അടുപ്പിൽ വെക്കടാവനെ. മറ്റുള്ളവർക്ക് മുന്നോട്ടായാനേ കഴിഞ്ഞുള്ളൂ. അവർക്ക് മുന്നിലേക്ക് കൈകൾ വിരിച്ചു പിടിച്ച് മജീദ് വന്നു. അനങ്ങിയ നിന്റെയൊക്കെ നാഭി കലക്ക് ഞാൻ. അവറാച്ചോ, അത് വേണോ? അവറാച്ചൻ വിയർത്തുപോയി. ശിവജി തമിഴനെ മുന്നോട്ട് ചവിട്ടി നിരക്കി. കൊപ്പറയ്ക്കടിയിലെയും തിളച്ച പാനയിലെയും ചൂടിൽ താനിപ്പോൾ എന്തെരിയുമെന്ന് തമിഴിന് തോന്നി. തൊണ്ടയിൽ കമ്പ് കുത്തി നിർത്തിയിരിക്കുന്നതിനാൽ അയാൾക്ക് സംസാരിക്കാനും കഴിയുന്നില്ല. ശിവജി ആ കമ്പ് ഒന്നുകൂടി അമർത്തി. തമിഴന്റെ വായ് ചീങ്കണ്ണിയുടേതു മാതിരി തുറക്കപ്പെട്ടു. രണ്ട് കവിളുകളും ഓന്തിൻ്റെതുപോലെ വീർത്തു. അണ്ണാച്ചിയെ, ശിവജി വിളിച്ചു. ഞാൻ ഈ കമ്പ് ഒന്നുകൂടി അങ്ങോട്ട് അമർത്തിയാ പിന്നെ നിന്റെ കഴുത്തിൽ നാളങ്ങളും ഞരമ്പുകളും ഒന്നും ബാക്കി കാണത്തില്ല. ചത്തോ ഇല്ലയോ എന്ന് പോലും നോക്കാതെ ശവപ്പെട്ടിയിൽ കിടത്തി ദേ ഈ നിൽക്കുന്ന അവറാച്ചന്റെ മടിയിലോട്ട് വെച്ചു കൊടുക്കും ഞാൻ. അങ്ങ് വെറ്റിലെ കൊണ്ടി കെട്ടി എഴുന്നള്ളിച്ചോണ്ട് വന്നല്ലേ ഇയാള് നിങ്ങളെ. പിന്നെ എന്ത് വേണമെന്ന് അവറാച്ചൻ തന്നെ തീരുമാനിച്ചോളൂ. ശിവജി, വേണ്ട. പിന്നിൽ നിന്ന് അവറാച്ചന്റെ നിലവിളി പോലെയുള്ള ശബ്ദം കേട്ടു. ശിവജി തലതിരിച്ചു. എന്റെ അമ്മയും പെങ്ങളും അല്ലേടാ ഈ കരിമ്പ് കൊണ്ട് ശർക്കര പിടിക്കാമെന്ന് ഏറ്റതും അഡ്വാൻസ് വാങ്ങിയതും? അതെ, അവറാച്ചൻ സമ്മതിച്ചു. പിന്നെ എന്തിനാടാ ഇടയ്ക്ക് ഇങ്ങനെ ഒരു തന്തയ്ക്ക് പിറക്കായിക? ആര് പറഞ്ഞിട്ടാടാ നീ ഇവരെ കൊണ്ടുവന്നത്? അത് പിന്നെ അവറാച്ചൻ വിക്കി. എത്രയും വേഗം ശർക്കര ഉണ്ടാക്കാൻ. അങ്ങനെ നീ കൂടുതൽ അങ്ങ് ഉണ്ടാക്കാൻ നോക്കല്ലേ. ഒന്നും ഉണ്ടാക്കിക്കത്തില്ല നിന്നെ ഞാൻ. അവറാച്ചന് ബോധ്യമായി ഇനി തന്റെ ഉദ്ദേശം നടക്കില്ലെന്ന്. അയാൾ പറഞ്ഞു. ശിവജി, അയാളെ വിട്. നീ പറയും പോലെ ഞാൻ ചെയ്യാം. വാക്കാണോ? അതെ, 100 വട്ടം. 100ഒന്നും വേണ്ട, ആണുങ്ങൾ ഒറ്റ തവണ പറഞ്ഞാ മതി. ശിവജി തമിഴന്റെ നെഞ്ചിൽ നിന്നും കാലും അവന്റെ കഴുത്തിൽ നിന്ന് കമ്പും മാറ്റി. തമിഴൻ ആർത്തിയോടെ ശ്വാസം വലിച്ചു വിട്ടു. പിന്നെ കൈകുത്തി എഴുന്നേറ്റിരുന്ന് കഴുത്തിൽ തടവാനും ചുമയ്ക്കാനും തുടങ്ങി.
ഏതായാലും നീ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലേ ഇവരെ? ഇന്നൊരു രാത്രി കൊണ്ട് ഇക്കാണുന്ന കരിമ്പ് മുഴുവൻ ശർക്കരയാക്കാമെങ്കിൽ ആക്കിക്കോണം. നാളെ രാവിലെ ഒറ്റ ഒരുത്തൻ ഇവിടെ കണ്ടേക്കരുത്, മനസ്സിലായോ? ശിവജി അവറാച്ചന്റെ തോളിൽ കൈവച്ചു. അവന്റെ കണ്ണുകൾ രണ്ട് അസ്ത്രങ്ങൾ പോലെ അയാളുടെ ദൃഷ്ടികളിൽ തുളഞ്ഞു നിന്നു. അവറാച്ചൻ തലയാട്ടി. ഇവരിനി ഇവിടെ പണിയത്തില്ല. നല്ലത്. ശിവജി അവറാച്ചന്റെ ഷർട്ടിന്റെ കോളർ പിടിച്ച് നേരെ ഇട്ടുകൊടുത്തു. പിന്നെ തിരിഞ്ഞ് മറ്റുള്ളവരെ നോക്കി. പോകാം. ദുർഗയ്ക്കും ചെല്ലനും മാത്രമല്ല, കുഴിയിൽ വാസുദേവൻ ഉൾപ്പെടെയുള്ള നാട്ടുകാർക്കും അത്യധികം ആനന്ദം തോന്നി. തങ്ങളുടെ രക്ഷകനായി അവർ ശിവജിയെ കണ്ടു. തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ചോദിക്കാനും പറയാനും ഒരാളായി. ശിവജിയും കൂട്ടരും തോട്ടത്തിൽ നിന്ന് മടങ്ങി. നേരം സന്ധ്യ. കോവിൽക്കടവിനടുത്തെ കരിമ്പിൻ തോട്ടത്തിലെ ഫാം ഹൗസിലുണ്ടായിരുന്നു ലെനിൻ. അവന് മുന്നിൽ കണ്ടെയ്നർ സാബുവും കത്രിക പരുമവും ടിപ്പർ ഡ്രൈവർ ശെൽവവും അടങ്ങുന്ന സംഘം. ബിആർ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ചൂട് പൊറോട്ടയും ബീഫ് ഫ്രൈയും മദ്യത്തിനൊപ്പം അകത്താക്കുകയായിരുന്നു അവർ. ശിവജിയെ മണ്ണാരപ്പെട്ടിയിൽ വെച്ച് തീർക്കാൻ കഴിയാത്തതിന്റെ രോഷത്തിലായിരുന്നു ലെനിൻ. എന്നാലും ഇത്രയും പേരുണ്ടായിട്ടും അവൻ രക്ഷപ്പെട്ടില്ലേ? ലെനിൻ കാലിയായ വാറ്റുചാരായത്തിന്റെ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചു. അത് മുതലാളി, ഞങ്ങൾ അവനെ പാർക്കിലിട്ട് തീർക്കാൻ നേരത്തല്ലേ ആ മജീദും കൂട്ടരും വന്നത്. അവിടെ അപ്പഴിച്ചത്. കണ്ടെയ്നർ സാബു അല്പം പരുങ്ങലോടെയാണെങ്കിലും പറഞ്ഞു. ലെനിൻ അമർത്തി മോളി. പരാജയപ്പെടുന്ന ഓരോരുത്തർക്കും പറയാനുണ്ടാവും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ആ ശെൽവം. മുതലാളി. ശെൽവം തലയുയർത്തി. നീ ടിപ്പർ ഇടിച്ചു വീഴ്ത്തിയ പോലീസുകാരിൽ ഒരാൾ കൂടി ഇന്ന് വൈകിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചു. ശെൽവം അത് കേട്ട് ചിരിച്ചു. ആ സുനന്ദയുടെ അപ്പൻ ചന്ദ്രന്റെ കാര്യം എന്തായി മുതലാളി? ചോദിച്ചത് പരമുവാണ്. അയാൾ സുഖം പ്രാപിക്കുന്നു. പക്ഷേ അവിടെ നിന്ന് നേരെ പോകുന്നത് ജയിലിലേക്കായിരിക്കും. അതിനു വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ധർമ്മരാജിന് പകരം മറയൂരിൽ ഉടനെ പുതിയ SIയെ നിയോഗിക്കും. ആന്റണിക്കും പകരക്കാരൻ വരും. രണ്ടുപേരും നമ്മുടെ ആൾക്കാരാവും. പിന്നെ ഒന്നും പേടിക്കാനില്ല. ശിവജിയും കുടുംബത്തെയും നമുക്ക് പുല്ലുപോലെ തീർക്കാം. ലിനിന്റെ കണ്ണുകൾ തുറന്നു കിടന്ന വാതിലിലൂടെ പുറത്തേക്ക് നീണ്ടു. നേർത്ത നാട്ടുവെളിച്ചത്തിനു മീതെ മഞ്ഞു വ്യാപിച്ചു തുടങ്ങുന്നത് കാണാമായിരുന്നു. കുന്നിന് താഴെ ഒരു വാഹനത്തിന്റെ ഇരമ്പൽ കേട്ടു. ആരോ വരുന്നുണ്ട്. കണ്ടെയ്നർ സാബു മുറ്റത്തേക്ക് ഇറങ്ങി. മഞ്ഞ ലൈറ്റുകൾ തെളിച്ചുകൊണ്ട് ഒരു പഴയ ജീപ്പ് മുറ്റത്തേക്ക് കയറി വന്നു. ലൈറ്റുകൾ അണഞ്ഞു. ജീപ്പിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് അവറാച്ചനാണ്. പിന്നാലെ തമിഴന്മാരും. ലെനിൻ മുതലാളി ഉണ്ടോ സാബു? അവറാച്ചൻ തിരക്കി. ഉണ്ട്. അവറാച്ചൻ അകത്തേക്ക് പോയി. തമിഴന്മാർ വാതിൽക്കൽ നിന്നു. അവന്റെ മുന്നിൽ പരാജയപ്പെട്ടു വന്നിരിക്കുക നീ അല്ലേ? ലെനിൻ പല്ല് ഞെരിച്ചു. മുതലാളി, അത്... അവറാച്ചന്റെ തല കുനിഞ്ഞു. നീ ഒന്നും ഇങ്ങോട്ട് പറയണ്ട. അങ്ങോട്ട് പറയുന്നത് കേട്ടാ മതി, മനസ്സിലായോ? ആയി. എങ്കിൽ ഈ പാണ്ടികളെ എത്രയും വേഗം അതിർത്തി കടത്തി വിട്ടേക്കണം. നീ പറഞ്ഞത് ഇവന്മാര് പുലിയോ പൂടയോ എന്നൊക്കെയല്ലേ? ഒടുവിൽ എന്തായി? അവറാച്ചന് ഉത്തരമില്ലായിരുന്നു. ലെനിൻ തുടർന്നു. ഇനി ആ ശിവജിയുടെ അമ്മയ്ക്കും പെങ്ങൾക്കും കരിമ്പും തോട്ടത്തിൽ ജോലി കാണരുത്. അത് നിന്റെ ഉത്തരവാദിത്തം. ഞെട്ടിപ്പോയി അവറാച്ചൻ. അല്ല മുതലാളി, ഞാൻ... പരുങ്ങണ്ട. അവരിനി അവിടെ പണിക്കിറങ്ങിയ അവറാച്ചന് ദുഃഖിക്കേണ്ടി വരും. പൊയ്ക്കോ. അവസാന വാക്ക് പറഞ്ഞതുപോലെ ലെനിൻ മുഖം തിരിച്ചു. അല്പനേരം കൂടി അവറാച്ചൻ അവിടെ ചുറ്റിപ്പറ്റി നിന്നു. പിന്നെ തമിഴന്മാരെയും കൂട്ടി മടങ്ങി. സാബു, ലെനിൻ വിളിച്ചു. എന്താ മുതലാളി? തിരുമൂർത്തിക്ക് എങ്ങനെ? മരുന്നിന്റെ സെഡേഷനിൽ മയങ്ങി കിടക്കുന്നത് കൊണ്ട് വേദന അറിയുന്നില്ല, അത്രേ ഉള്ളൂ. നമ്മുടെ ആളുകളുടെ ശ്രദ്ധ എപ്പോഴും അവിടെ ഉണ്ടാകണം. ആന്റണി അവനെ പൊക്കി SP-യുടെ മുന്നിൽ ഹാജരാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ വേണം. അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടെയ്നർ സാബു ഒരു കുപ്പി വാറ്റുചാരയും കൂടിയെടുത്തു. വാഴയില തിരികെ കയറ്റിയുണ്ടാക്കിയ അടപ്പ് കടിച്ചൂരി. പിന്നെ ആ നാബി ബഞ്ചീദിനും ഒരു പണി കൊടുക്കണം. അവന് ശിവജിയും ഒന്നിച്ചു നിൽക്കാൻ പാടില്ല, മനസ്സിലായോ? ആയി മുതലാളി. എന്നാ ഞാൻ ഇറങ്ങുക. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ. ലെനിൻ സുമോയുടെ ചാവി എടുത്ത് കൈവിരലിലിട്ട് കറക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. അരമണിക്കൂറിനുള്ളിൽ അവൻ വീടെത്തി. MLA ഗോപിദാസും സുധാമണിയും TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മകനെ കണ്ടതും ഗോപിദാസിന്റെ മുഖമിരുണ്ടു. അയാൾ റിമോട്ട് എടുത്ത് TVയുടെ വോളിയം കുറച്ചു. പിന്നെ തിരക്കി. ലെനിൻ, നീ ഇത് എന്ത് ഭാവിച്ചാ? മനസ്സിലായില്ല. സെറ്റിയിൽ പിടിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞു നിന്നു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം മിക്കവാറും അടുത്ത ആഴ്ച ഉണ്ടാവും. പാർട്ടി കമ്മിറ്റിയിൽ നിന്റെ കാര്യം ഞാൻ ശക്തമായി പറഞ്ഞിരിക്കുക. പാർട്ടി പ്രസിഡന്റിനാണെങ്കിൽ നിന്റെ പേര് കേൾക്കുമ്പോഴേ കലിയ.
അച്ഛൻ അയാളോട് പോകാൻ പറ. ലെനിൻ മുഖം വെട്ടിച്ചു. ആരൊക്കെ പറഞ്ഞാലും ഇവിടെ ഞാൻ തന്നെയാണ് സ്ഥാനാർത്ഥി. അങ്ങനെ സംഭവിക്കണമെങ്കിൽ നീ മര്യാദയ്ക്ക് നിൽക്കണം. ഇന്ന് തന്നെ മറയൂരിലൊരു രക്തസാക്ഷിയെ ഉണ്ടാക്കേണ്ട കാര്യം എന്തായിരുന്നു? അച്ഛനും ഉണ്ടാക്കിയിട്ടില്ലേ കുറെ രക്തസാക്ഷികളെ? നിസാര മട്ടിൽ അവൻ പറഞ്ഞു. എന്റെ പേരിലും ഇരിക്കട്ടെ കുറച്ച്. ഗോപിദാസ് എന്തോ പറയാൻ ഭാവിച്ചതാണ്. പക്ഷേ സുധാമണി അയാളുടെ കയ്യിലൊന്ന് അമർത്തിയപ്പോൾ പിന്നെ മിണ്ടിയില്ല. ചൂളം അടിച്ചുകൊണ്ട് ലെനിൻ തന്റെ മുറിയിലേക്ക് പോയി. ഗോപിദാസ് അത് നോക്കി പല്ലിറുമ്മി. പിറ്റേന്ന് രാവിലെ നാബി മജീദിന്റെ വീട്ടിൽ ഉറക്കമുണർന്ന ശിവജി മജീദിനോട് പറഞ്ഞു. മജീദേ, വീട് കത്തിച്ച ഭാഗത്ത് ഇന്ന് തന്നെ പുതിയ വീട് വെക്കണം. തൽക്കാലം ഒരു ഷെഡ് മതി. അത് കഴിഞ്ഞ് മറ്റുള്ളതൊക്കെ ചിന്തിക്കാം. ബ്രഷും പേസ്റ്റും എടുത്ത് ശിവജി മുറ്റത്തേക്ക് ഇറങ്ങി. ചൗക്കമരങ്ങളിൽ നിന്നും മഴത്തുള്ളികൾ പോലെ മഞ്ഞിറ്റു വീണുകൊണ്ടിരുന്നു. വീടിനെ കുറിച്ചൊക്കെ പിന്നീട് ചിന്തിച്ചാ പോരെ ശിവജി? മജീദ് പിന്നാലെ ചെന്നു. പോരാ, ഉറച്ചതായിരുന്നു ശിവജിയുടെ ശബ്ദം. അവിടെ ഒരു കൂര വെച്ച് അവിടുന്ന് വേണം എനിക്ക് യുദ്ധം തുടങ്ങാൻ. അവൻ ചൗക്കമരത്തിനപ്പുറത്തേക്ക് നീട്ടിത്തുപ്പി. പക്ഷേ ഒക്കെ തുടങ്ങും മുമ്പ് എനിക്കൊരാളെ നേരി കാണണം. അതാരാണെന്ന് മജീദ് ചോദിച്ചില്ല. അവനത് അറിയാമായിരുന്നു. നമുക്ക് രാവിലെ അവിടെ വരെ പോകണം. 15 മിനിറ്റിനുള്ളിൽ ശിവജിയും മജീദും പുറപ്പെട്ടു. ക്വാളിസിൽ റോഡിൽ നിന്ന് മഞ്ഞു മാറിയിട്ടില്ല. കഷ്ടിച്ച് 20 അടി അകലം വരെ കാണാം. ആ നേരത്ത് തിരുമൂർത്തിയെ കാണാൻ മൂന്നാറിന് പുറപ്പെടാൻ ഒരുങ്ങുകയായിരുന്നു ലെനിൻ. വേഷം മാറി വന്ന് അവൻ സുമോയിൽ കയറുന്നത് കണ്ട് വാച്ചർ ഓടിച്ചെന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു. കറുത്ത ഒരു കൂനപ്പുക പുറത്തേക്ക് തള്ളി സുമോ പോർച്ചിൽ നിന്ന് ഇരച്ചിറങ്ങി. ഗേറ്റ് കടന്ന് അത് മറയൂർ മൂന്നാർ റോഡിലേക്ക് പാഞ്ഞു. കുന്നുകൾ ചേരുന്ന പ്രദേശമായതിനാൽ അവിടെ മഞ്ഞു കൂടുതലായിരുന്നു. കവിങ്ങിൻതോപ്പ് വെള്ള പൂശിയ ചെകുത്താന്മാരെ പോലെ നിന്നു. ലെനിൻ വിൻഡോകൾ ഉയർത്തി വെച്ചിട്ട് വൈപ്പർ ഇട്ടു. മുൻഗ്ലാസിലെ മഞ്ഞിൻ കണങ്ങളെ വൈപ്പർ തുടച്ചെറിഞ്ഞു. പെട്ടെന്ന് അവൻ കണ്ടു, തന്റെ പാതയ്ക്ക് മധ്യത്തിലായി മറ്റൊരു വാഹനം നിർത്തിയിട്ടിരിക്കുന്നു. അതിന്റെ ഹെഡ്ലൈറ്റുകൾ തെളിഞ്ഞിട്ടുണ്ട്. മുന്നിലെ 2 ഇൻഡിക്കേറ്ററുകളും മിന്നിക്കൊണ്ടിരുന്നു. ലെനിൻ ബ്രേക്ക് പെഡലിൽ ആഞ്ഞു ചവിട്ടി. അടുത്ത നിമിഷം മുന്നിൽ കിടന്ന വാഹനത്തിന്റെ ഇരുവശത്തെയും ഡോറുകൾ ഒരുപോലെ തുറക്കപ്പെട്ടു. കഴുകൻ ചിറകു വിടത്തുന്നത് പോലെ. കടപ്പല്ലുകൾ കടിച്ചു ഞെരിച്ചുകൊണ്ട് ലെനിൻ ഡ്രൈവർ സീറ്റിനടുത്തെ പവർ വിൻഡോ താഴ്ത്തി. മഞ്ഞ് പുക പോലെ വണ്ടിക്കുള്ളിലേക്ക് വന്നു. ലെനിൻ തല പുറത്തേക്ക് നീട്ടി അലറി. കൊച്ചു വെളുപ്പാങ്കാലത്ത് നടുറോഡിൽ അഭ്യാസം കാണിക്കാതെ എടുത്തു മാറ്റടാ വണ്ടി. അടുത്ത നിമിഷം മുന്നിൽ കിടന്നിരുന്ന ക്വാളിസിന്റെ തുറന്ന ഡോറുകളിലൂടെ 2 പേർ പുറത്തേക്കിറങ്ങി. റോഡിൽ പിടിച്ചുകൊണ്ടവർ നിശ്ചലം ലെനിനെ നോക്കി നിന്നു. പുകയ്ക്കുള്ളിൽ നിൽക്കുന്നത് പോലെ അവരുടെ മുഖം വ്യക്തമായില്ല. ലെനിന് പെരുത്തു കയറി. വേണ്ട വേണ്ടാന്ന് വെച്ച ഈ കഴിവേറുകൾ സമ്മതിക്കത്തില്ല. ഡോർ തുറന്ന് ലെനിനും പുറത്തേക്ക് കുതിച്ചു. എന്നാൽ മഞ്ഞുകൊണ്ടുള്ള ഒരു ഭിത്തിയിൽ മുട്ടിയതുപോലെ അവൻ നിന്നുപോയി. മുന്നിലെ മുഖങ്ങൾ അവൻ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. ശിവജി, പിന്നെ നാബി മജീദ്. തിരിഞ്ഞോടാനും അവിടെ നിൽക്കാനും കഴിയാത്ത അവസ്ഥയിലായി ലെനിൻ. ഇങ്ങനെ ഒരു കണ്ടുമുട്ടൽ പ്രതീക്ഷിച്ചിരുന്നില്ല. കനത്ത തണുപ്പിലും അവന്റെ ഷർട്ടിനുള്ളിൽ ശരീരം പുകഞ്ഞു തുടങ്ങി. ലെനിനിൽ നിന്നും ദൃഷ്ടികൾ മാറ്റാതെ ശിവജി കനത്ത ചുവടുകളോടെ മുന്നോട്ട് വന്നു. ലെനിന്റെ തൊട്ടു മുന്നിലെത്തി. കൈകൊണ്ട് തൊടാവുന്ന അകലത്തിൽ. ലെനിൻ പതറിപ്പോയി. നേർത്ത ചിരിയോടെ ശിവജി തിരക്കി. എന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേടാ നീ. എവിടെയെങ്കിലും വെച്ച് കണ്ടോ ഓർമ്മയുണ്ടോ ഈ മുഖം? ലെനിന്റെ നാവ് വരണ്ടു. ശിവജി തുടർന്നു. കഴിഞ്ഞ 10 വർഷം ഞാൻ സർക്കാർ ചെലവിൽ ജീവിക്കുകയായിരുന്നു, അങ്ങ് സെൻട്രൽ ജയിലില്. ഒരുപക്ഷെ നീ പത്രത്തിലെങ്കിലും വായിച്ചിട്ടുണ്ടാവും. ഞാനൊരു പെണ്ണിനെ കൊന്ന് കുരിശുമലയിലുള്ള ഒരു മുനിറയിൽ ഒളിപ്പിച്ചു. ഒരു സീതയെ. അതിന്റെ പേരിലായിരുന്നു ജയിൽവാസം. സംസാരിക്കുമ്പോൾ ശിവജിയുടെ വായിൽ നിന്ന് നീരാവി പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അവന്റെ തിളങ്ങുന്ന കണ്ണുകളെ നേരിടാനാവാതെ ലെനിൻ തലകുനിച്ചു. എന്തെങ്കിലും ഒന്ന് പറയട ഗുവേ. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ഒരു വോട്ടറാണ് ഞാനും. ശിവജി വല്ല വിധേനയും അവന്റെ നാവനങ്ങി. ഓ, അപ്പൊ നിനക്കെന്നെ മനസ്സിലായി. ശിവജി ഇടം കൈ കൊണ്ട് താടി ഒന്ന് ചെറിഞ്ഞു. നമുക്ക് വീട്ടിൽ പോയിരുന്ന് സംസാരിക്കാം. ശിവജിയെ നോക്കി യാചിക്കും പോലെയാണ് ലെനിൻ പറഞ്ഞത്. എനിക്ക് തെറ്റുപറ്റിപ്പോയി. തെറ്റുപറ്റിയത് എനിക്കാടാ. അതൊക്കെ പോട്ടെ. ഈ തണുപ്പ് സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണോ നീ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്? നീ വിറയ്ക്കുന്നുണ്ടല്ലോ. നാബി മജീദ് കൂടി മുന്നോട്ട് വന്നു.
അല്ല ശിവജി, അത് എനിക്ക് കുറെ സംസാരിക്കാനുണ്ട്. ലെനിൻ ചുറ്റും നോക്കി. ആരെങ്കിലും ഇങ്ങോട്ടൊന്ന് വന്നിരുന്നെങ്കിൽ. പക്ഷേ എനിക്കങ്ങനെ സൽക്കാരം സ്വീകരിച്ച് സംസാരിക്കാൻ നേരമില്ലാതായിപ്പോയി ലെന്നെ. ജയിലിൽ പോകുമ്പോൾ ഞാൻ ഒരുവിധം സമ്പാദ്യമുള്ള വീട്ടിലെ അംഗമായിരുന്നു. എന്തു ചെയ്യാം? കേസ് നടത്താൻ വേണ്ടി എൻ്റെ അമ്മ അതൊക്കെ വിറ്റു തൊലച്ച ഒരു നാറിയെ ഏൽപ്പിച്ചു. അവൻ കേസ് നടത്തിയതുമില്ല, പണം തിരിച്ചു കൊടുത്തതുമില്ല. ശിവജിയുടെ ഓരോ വാക്കും അസ്ത്രങ്ങൾ പോലെ ലെനിന്റെ മനസ്സ് മുറിച്ചുകൊണ്ടിരുന്നു. ഓരോ നിമിഷം കഴിയും തോറും ലെനിൻ കൂടുതൽ കൂടുതൽ തളരുകയായിരുന്നു. ശിവജി വീണ്ടും പറഞ്ഞു, ഇപ്പോ ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിനാ. മണ്ണാരപ്പെട്ടി ടൗണിൽ നീ നടപ്പാക്കിയ സ്വീകരണം നന്നായിരുന്നു. ഇത്തരം ചെറ്റത്തരങ്ങൾ നീ കാണിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. തൽക്കാലം അതൊക്കെ വിടുകയാണ് ഞാൻ. ശിവജിയുടെ ശബ്ദം മെല്ലെ മെല്ലെ മാറിക്കൊണ്ടിരുന്നു. പക്ഷേ ഇനി നീ അങ്ങനെ എന്തെങ്കിലും കാണിച്ചാ പട്ടാപ്പകൽ പെട്രോൾ ഒഴിച്ച് ബസ് സ്റ്റാൻഡിന്റെ നടുക്ക് നിർത്തി കത്തിക്കും ഞാൻ. ലെനിൻ കിടുങ്ങിപ്പോയി. ശിവജി, ഞാനൊന്ന് പറയട്ടെ? അങ്ങനെ ഒരു കോപം ഇനി നീ പറയണ്ട. പണ്ട് കുറെ പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് അറിയാം, നാബി മജീദ് പെട്ടെന്ന് പറഞ്ഞു. ലെനിൻ പകയോടെ അവനെ നോക്കി. നീ എങ്ങനെ നോക്കി പേടിപ്പിക്കാതടാ മജീദേ? ശിവജി വിളിച്ചുടൻ അവൻ നിർത്തി. പിന്നെ സംസാരിച്ചത് ശിവജി. നോക്കൂ ലെനിൻ, അമ്മ എൻ്റെ വീടും വസ്തുക്കളും ഒക്കെ വിറ്റപ്പോ അത് വാങ്ങിയത് നിന്റെ ബിനാമികളാണ് എന്ന് എനിക്കറിയാം. എനിക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നോ അതൊക്കെ എനിക്ക് മടക്കി വേണം, ഒരാഴ്ചയ്ക്കുള്ളിൽ. അത് പൊട്ടിപ്പൊളിഞ്ഞ ഒരു കോഴിക്കൂടാണെങ്കിൽ അതുപോലും. ഇതെന്റെ അവസാനത്തെ ഒത്തുതീർപ്പ് ചർച്ചയാ. അല്ലെങ്കിൽ ശിവജി മീശത്തൊമ്പൊന്ന് പിരിച്ചിട്ട് ലെനിന്റെ നേരെ കൈ ചൂണ്ടി. കുരിശുമലയിൽ ഇനിയും മുനിയറകളുണ്ട്. അതിലൊക്കെ ഇനിയും ശവങ്ങൾ വീഴും. നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും ലെനിൻ, എന്തൊക്കെ ഉണ്ടെങ്കിൽ പോലും. ശിവജി വെട്ടിത്തിരിഞ്ഞ് ക്വാളീസിന് നേരെ നടന്നു. മജീദും. വാനിലേക്ക് ഒരു കാൽ വെച്ചിട്ട് ശിവജി വീണ്ടും പറഞ്ഞു, ഒറ്റയാഴ്ച നിന്റെ തലയോട്ടിൽ ദൈവം തമ്പുരാൻ കുറിച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും ഇനി ഞാൻ തീരുമാനിക്കുന്ന വിധിയാവും നടപ്പാകുക. അവൻ അകത്തു കയറി. കോളേജിന്റെ ഡോറുകൾ അടഞ്ഞു. മുഴുവൻ സ്പീഡിൽ അത് പിന്നോട്ട് നീങ്ങി വെട്ടിത്തിരിഞ്ഞു. പിന്നെ ഒരിലമ്പലോടെ മഞ്ഞു തുളച്ച് പാഞ്ഞുപോയി. നിന്നിടത്തുനിന്ന് അനങ്ങാനാവാതെ അല്പനേരം നിന്നുപോയി ലെനിൻ. മുതലാളി! ഒരു ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു. വാച്ചർ. മുതലാളി എന്താ പോകാത്തെ? വണ്ടിക്ക് എന്തേലും? ലെനിൻ തിരിഞ്ഞതും കൈവീശി ഒറ്റ അടിയായിരുന്നു. സർവശക്തിയിൽ, പടക്കം പൊട്ടുന്ന ഒച്ചയിൽ. നിലവിളിക്കാനുള്ള നേരം പോലും കിട്ടാതെ വാച്ചർ അവിടെ തന്നെ കറങ്ങി വീണു. ശിവജിയും നാബി മജീദും മണ്ണാരപ്പെട്ടിയിലെത്തി. പോലീസ് സ്റ്റേഷന്റെ മുന്നിലൂടെ പോകാം മജീദ്, ശിവജി പറഞ്ഞു. പരിശ്രമമൊക്കെ ഒന്ന് കണ്ടിരിക്കാം. ഇനി മിക്കവാറും വരേണ്ട സ്ഥലമല്ലേ ഇത്? മജീദിന് ചിരി വന്നു. അവൻ ക്വാളീസ് വലത്തേക്ക് തിരിച്ചു. വില്ലേജ് ഓഫീസിന് മുന്നിൽ നിന്ന് തിരിയുന്ന റോഡ് വഴി ക്വാളീസ് നീങ്ങി. നിറം മങ്ങിയ പെയിന്റുള്ള പോലീസ് സ്റ്റേഷനിലരികിൽ തുരുമ്പെടുത്ത ഒരു ലോറിക്കരികിൽ മുൻവശം ഭാഗികമായി തകർന്ന ഒരു ടിപ്പർ ലോറി കൂടി കടക്കുന്നത് കണ്ടു. കഴിഞ്ഞ ദിവസം വാഹനാപകടം ഉണ്ടാക്കിയ ടിപ്പർ അത്. ഇപ്പോ മരിച്ചവരുടെ എണ്ണം 3 മജീദ് വിശദീകരിച്ചു. ശിവജി ഒന്ന് മൂളി. പോലീസ് സ്റ്റേഷൻ പിന്നിട്ട് ക്വാളീസ് ഹയർ സെക്കൻഡറി സ്കൂളിനരികിലെത്തുന്ന പാരലൽ റോഡ് വഴി പോയി. പെട്ടെന്ന് ഒരു യുവതി തൊട്ടടുത്ത ക്വാർട്ടേഴ്സിൽ നിന്ന് എന്തോ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടി വരുന്നത് കണ്ടു. മജീദേ! ശിവജി അവന്റെ തോളിൽ കൈ അമർത്തി. മജീദ് ബ്രേക്കിട്ടു. ക്വാളീസ് വല്ലാത്തൊരു ശബ്ദത്തോടെ നിന്നു. ഓടിയെത്തിയ യുവതി ക്വാളീസിനരികിൽ നിന്ന് കിതച്ചു. ശിവജി അവളെ തുറച്ചു നോക്കി. ദുർഗയുടെ പ്രായമേ കാണൂ. കാണാൻ ചന്തമുള്ള പെണ്ണ്. പടച്ചവനെ, ഇത് ധർമ്മരാജ സാറിന്റെ മകൾ സീതയാണല്ലോ. മജീദിന്റെ ശബ്ദത്തിൽ അമ്പരപ്പ്. സീത! ആ പേര് കേട്ടതും ശിവജിയുടെ ശരീരത്തിലൂടെ ഒരു വിദ്യുത് പ്രവാഹം പാഞ്ഞുപോയി. കുരിശുമലയിൽ വെച്ച് കൊല്ലപ്പെട്ട ഭഗവതിയപ്പന്റെ പെങ്ങളുടെ പേരും സീത എന്നായിരുന്നു. എന്താ കുട്ടി? ശിവജി തല പുറത്തേക്ക് നീട്ടി. അവിടെ! അവൾ ക്വാർട്ടേഴ്സിന് നേരെ കൈ ചൂണ്ടി. അമ്മ! ബാക്കി കേൾക്കാൻ കാത്തില്ല ശിവജി. ഡോർ തുറന്ന് അവർ ക്വാർട്ടേഴ്സിന് നേരെ ഓടി. പിന്നാലെ എത്താൻ മജീദും സീതയും പാടുപെട്ടു. ശിവജി തുറന്നു കിടന്നിരുന്ന വാതിലിലൂടെ അകത്തേക്ക് ഓടിക്കയറുകയായിരുന്നു. അവിടെ ചോര ചിതറുന്ന നിലയിൽ തറയിൽ കിടന്നൊരു സ്ത്രീ പിടയുന്നു. വെട്ടിപ്പിളർന്നതുപോലെയുള്ള അവരുടെ ശിരസിൽ നിന്ന് ചോര അപ്പോഴും പനച്ചു വരുന്നു. രുക്മണി, എസ് ഐ ധർമ്മരാജന്റെ ഭാര്യ. പിന്നാലെ എത്തിയ മജീദും ആ രംഗം കണ്ട് നടുങ്ങി. ശിവജി! അവനെന്തോ പറയാനാഞ്ഞു. പക്ഷേ ശിവജി അത് ശ്രദ്ധിച്ചില്ല.
പകരം അവരെ കൈകളിൽ കോരിയെടുത്തു. മജീദ്, വണ്ടിയെടുക്ക്! കാലുകൾ ചിറകുകളാക്കി അവൻ കുതിച്ചു. മജീദ് പിന്നിലെ ഡോർ തുറന്നു കൊടുത്തു. ശിവജി രുക്മണിയുമായി അകത്തു കയറി. മറുഭാഗത്തെ ഡോർ തുറന്ന് സീതയും. മജീദ് അവിടെയിട്ട് ക്വാളീസ് തിരിച്ചു. ലൈറ്റുകൾ തെളിച്ചു. പെട്ടെന്ന് ആശുപത്രിയിലേക്ക്. ശിവജി ധൃതി കൂട്ടി. മജീദ് ആക്സിലേറ്റർ ഞെരിച്ചു. സീത വിലപിച്ചുകൊണ്ട് അമ്മയെ ചേർത്ത് പിടിച്ചു. എന്താ ഉണ്ടായത്? ശിവജി തിരക്കി. അറിയില്ല. അവളിൽ നിന്നും ചിലമ്പിച്ച വാക്കുകൾ ചിതറി വീണു. നിലവിളി കേട്ട് ഞാൻ വന്ന് നോക്കുമ്പോൾ കണ്ടത് ഇതാ. ശാന്ത ഹോസ്പിറ്റൽ. ലൈറ്റിട്ട് ഹോൺ നീട്ടി മുഴക്കിക്കൊണ്ട് പാഞ്ഞെത്തിയ പോലീസ് മുറ്റത്തേക്ക് ഇരച്ചു കയറി ബ്രേക്ക് ഇട്ടു. സ്ട്രെച്ചർ! മജീദ് വാച്ചറെ നോക്കി വിളിച്ചു പറഞ്ഞു. എന്നാൽ അയാൾ സ്ട്രെച്ചർ കൊണ്ടുവരും മുമ്പ് ശിവജി രുക്മണിയെ കൈകളിൽ കോരി അകത്തേക്ക് ചെന്നു. ചോരത്തുള്ളികൾ തറയിൽ ചിതറി വീണുകൊണ്ടിരുന്നു. വാച്ചർ സ്ട്രെച്ചറുമായി പിന്നാലെ എത്തി. ഇത് കിടത്ത്! ശിവജി അവരെ അതിൽ കിടത്തി. പിന്നെ കാഷ്വാലിറ്റിക്ക് നേരെ അവൻ തന്നെ സ്ട്രെച്ചർ തള്ളി. വാച്ചറും മജീദും സീതയും ഒപ്പം ചെന്നു. ശിവജിയുടെയും സീതയുടെയും വസ്ത്രങ്ങളിലും ചോര പറ്റിയിരുന്നു. 2 നഴ്സുമാർ ഓടിയെത്തി. ഇതെന്തു പറ്റിയതാ? അറിയില്ല, ഇവരെ രക്ഷിക്കണം, ശിവജി പറഞ്ഞു. ഡ്യൂട്ടി ഡോക്ടറും എത്തി. പോലീസിൽ ഇൻഫോം ചെയ്തോ? അതൊക്കെ പിന്നീട്, ആദ്യം ഇവരെ നോക്കണം. ഉറച്ചതായിരുന്നു ശിവജിയുടെ ശബ്ദം. ഡോക്ടർ അവനെ തൂർച്ചൊന്ന് നോക്കി. പിന്നെ സ്ട്രക്ചർ അകത്തേക്ക് കൊണ്ടുപോകാൻ വാച്ചർക്ക് നിർദ്ദേശം നൽകി. കാഷ്വാലിറ്റിയുടെ ഡോർ തുറന്നടഞ്ഞു. ഭിത്തിയിൽ ചാരി നിന്ന് തേങ്ങുകയാണ് ശ്രീത. ശിവജി അരികിലെത്തി. അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല, കുട്ടി പ്രാർത്ഥിച്ചോളൂ. അവൾ നനഞ്ഞ മെഴുകൾ ഉയർത്തി അവനെ ഒന്ന് നോക്കി. പിന്നെ തൊഴുതു. നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയില്ല, എന്നാലും നന്ദിയുണ്ട്. ഞങ്ങൾ വിളിച്ചാലിപ്പോൾ പോലീസുകാർ പോലും വരത്തില്ല. എൻ്റെ അച്ഛൻ SI ആയിരുന്നിട്ടും. അന്ധക്ഷോഭത്താലോ സങ്കടത്താലോ അവളുടെ വാക്കുകൾ ഇടയ്ക്കിടെ മുറിഞ്ഞു. ഏയ്, നന്ദിയുടെ എന്ന ആവശ്യമില്ല കുട്ടി. ഒരു സാധാരണ മനുഷ്യൻ മറ്റുള്ളവർക്ക് ചെയ്യേണ്ട സഹായം മാത്രമേ ഞങ്ങൾ ചെയ്തുള്ളൂ. അവൻ ചിരിച്ചു. കാഷ്വാലിറ്റിയുടെ വാതിൽ തുറന്ന് നഴ്സ് തല പുറത്തേക്ക് നീട്ടി. ആ സ്ത്രീയുടെ ഒരുപാട് രക്തം നഷ്ടമായിട്ടുണ്ട്. ഉടൻ ബ്ലഡ് വേണം. ഏതു ഗ്രൂപ്പാ സിസ്റ്ററെ? മജീദ് മുന്നോട്ട് നീങ്ങി. അതിപ്പോ പറയാം. ഏതായാലും കുഴപ്പമില്ല, ആളുണ്ട്. പറഞ്ഞിട്ട് മജീദ് ഫോൺ എടുത്തു. തന്റെ ആളുകളെ വിളിച്ചു. പിന്നെ മറയൂർ ഓട്ടോ തൊഴിലാളി യൂണിയൻ സെക്രട്ടറി സനീഷിനെയും യോവാനെയും വിളിച്ച് വിവരം പറഞ്ഞു. ഞങ്ങളിപ്പോ എത്താക്ക. അവരുടെ മറുപടി. 5 മിനിറ്റിനുള്ളിൽ 10ഓളം ഓട്ടോ ഡ്രൈവർമാർ എത്തി. പിന്നാലെ മജീദിന്റെ ആളുകളും. പോസിറ്റീവാണ്. അപ്പോൾ തന്നെ നേരത്തെ ബ്ലഡ് ഗ്രൂപ്പ് അറിയാമായിരുന്ന 4-5 പേർ ലാബിലേക്ക് നീങ്ങി. കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരുന്നു. ഇടയ്ക്കിടെ ഫാർമസിയിൽ പണമടച്ച് മരുന്നുകൾ വാങ്ങേണ്ടി വന്നു. അതൊക്കെ ചെയ്തത് മജീദാണ്. 11 മണിയോടെ ഡോക്ടർ പുറത്തെത്തി. ശിവജി അയാൾക്കടുത്തേക്ക് ചെന്നു. കർച്ചീഫിൽ കൈ തുടച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു. പേടിക്കാനൊന്നുമില്ല. ശിരസിൽ 16 സ്റ്റിച്ചുകൾ വേണ്ടി വന്നു. പേഷ്യന്റിനെ ICUലേക്ക് മാറ്റുകയാണ്. ഡോക്ടർ, ആ മുറിവ് എങ്ങനെ ഉണ്ടായതാണെന്ന്? ശിവജി ശബ്ദം താഴ്ത്തി തിരക്കി. എല്ലാം ശ്രദ്ധിക്കുകയായിരുന്ന സീത കേൾക്കാതിരിക്കാൻ. ഏതോ മൂർച്ചയേറിയ ആയുധം കൊണ്ടുള്ള ആക്രമണമാണ്. അവർ SI ധർമ്മരാജന്റെ ഭാര്യയാണ് അല്ലേ? അതെ ഡോക്ടർ. ഡോക്ടർ മുന്നോട്ട് നടന്നു. എന്നാൽ പെട്ടെന്ന് ഓർത്തതുപോലെ പറഞ്ഞു. ഞങ്ങൾ പോലീസിൽ അറിയിച്ചിട്ടുണ്ട്. അവർ വരുമ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടാകണം. വിശദമായ സ്റ്റേറ്റ്മെന്റ് നൽകേണ്ടി വരും. ശരി ഡോക്ടർ. ഡോക്ടർ പോയ ഉടനെ ശിവജി സീതയെ സമീപിച്ചു. പേടിക്കാനൊന്നുമില്ല. കുട്ടി പോയി ഈ രക്തം പുരണ്ട വസ്ത്രങ്ങളൊക്കെ മാറി വന്നോളൂ. വേണ്ടെന്ന ഭാവത്തിൽ അവൾ തലയാട്ടി. ആ മുഖത്ത് ഭീതി അപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് ശിവജി അറിഞ്ഞു. പേടിക്കണ്ട, ഞങ്ങളുടെ ആളുകൾ ഇവിടെ ഉണ്ടാവും. കുറച്ചുപേർ കുട്ടിയുടെ കൂടെയും വരും ക്വാർട്ടേഴ്സിലേക്ക്. ശിവജി ധൈര്യം പകർന്നു. അവൾ പറഞ്ഞു. എൻ്റെ പേര് സീതെന്നാ. ശരി, കുട്ടിവിളി ഒഴിവാക്കുന്നു. എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. ഞാൻ ശിവജി. 10 വർഷം ജയിൽവാസം കഴിഞ്ഞ് ഇന്നലെയാണ് പുറത്തു വന്നത്. സീത ഞെട്ടിയില്ല, പകരം തലയാട്ടി. അപ്പോൾ 3 റോഡിൽ തൊഴിലാളി ലയങ്ങൾക്കിടയിലുള്ള ഒരു ചെറിയ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു ലെനിൻ. തൊട്ടു മുന്നിൽ കിടക്കയിൽ കാലുകൾ നീട്ടിവെച്ച് ചാരിയിരിക്കുകയായിരുന്നു തിരുമൂർത്തി. 45 കഴിഞ്ഞ ഒരു സ്ത്രീ പച്ചക്കറി അടങ്ങിയ സഞ്ചിയുമായി പുറത്തുനിന്ന് ആ കെട്ടിടത്തിലേക്ക് കയറി വന്നു. നഴ്സ് കമല. നേരത്തെ സർക്കാർ ഹോസ്പിറ്റലിലായിരുന്നു ജോലി. എന്തോ കാരണത്താൽ അത് രാജിവെച്ച് മൂന്നാറിലെത്തിയതാണ്. പിന്നെ ഇവിടെ തന്നെ അങ്ങ് കൂടി. അത്യാവശ്യം ചികിത്സയൊക്കെ സ്വയം നടത്തും. ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റവാളികൾക്കാണെന്ന് മാത്രം. രോഗിയെ തനിച്ചിവിടെ കിടത്തിയിട്ട് സിസ്റ്റർ എങ്ങനെ പോയാലോ? ലെനിൻ ചിരിച്ചു. ഓ, ഒന്നാന്തരം ഒരു രോഗി. കമല സഞ്ചി താഴെ വെച്ചു. പിന്നെ തിരുമൂർത്തിയുടെ കട്ടിലിനടിയിലിരുന്ന കുപ്പിയും ഗ്ലാസും എടുത്തു.
അര ഗ്ലാസോളം വാറ്റുചാരായം പകർന്ന് ഒറ്റ വലിക്ക് അകത്താക്കി. ഇന്ന് നല്ല തണുപ്പായിരുന്നു. അവൾ പുറം കൈകൊണ്ട് ചുണ്ടു തുടച്ചു. ലെനിൻ അമ്പരപ്പോടെ അവരെ നോക്കിയിരുന്നു. അരക്കുപ്പി ബ്രാണ്ടിയൊക്കെ അരമണിക്കൂർ കൊണ്ട് അകത്താക്കും കമലയെന്ന് കേട്ടിട്ടുണ്ട്. കേട്ടോ ലെനിൻ മുതലാളി? കുപ്പിയും ഗ്ലാസും പഴയ സ്ഥാനത്ത് തന്നെ വച്ചിട്ട് കമല തുടർന്നു. രണ്ട് കാലിൽ നിവർന്നു നിൽക്കാൻ വയ്യാത്ത ഈ മൂർത്തി കഴിവേറി ഇന്നലെ പറയുക ഞാനൊരു പെങ്കൊച്ചിനെ കൊണ്ടുവരാൻ ഇവിടെ പരിചരിക്കാൻ. നേരാണോ എന്ന ഭാവത്തിൽ ലെനിൻ മൂർത്തിയെ നോക്കി. അയാളുടെ തല കുനിഞ്ഞു. അതൊക്കെ പോട്ടെ സിസ്റ്ററെ, മൂർത്തിയെ എത്രയും വേഗം എനിക്ക് പഴയതുപോലെ തിരിച്ചു കിട്ടണം. ലെനിൻ പറഞ്ഞു. അതൊക്കെ ഞാനേറ്റു, പക്ഷേ ചെലവ് കൂടും. അത് പ്രശ്നമല്ല. പെട്ടെന്ന് ലെനിന്റെ ഫോൺ വിറച്ചു. അവൻ അതെടുത്തിട്ട് കമലയെ ഒന്ന് നോക്കി. അവൾ പച്ചക്കറി സഞ്ചിയുമായി അപ്പുറത്തേക്ക് പോയി. ലെനിൻ കോൾ അറ്റൻഡ് ചെയ്തു. ആ പറഞ്ഞോ കമാലെ. അപ്പുറത്തു നിന്നും കേട്ട വാർത്ത ലെനിന്റെ മുഖം കറുപ്പിച്ചു. മുളലോടെ അവൻ ഫോൺ പോക്കറ്റിലിട്ടു. എന്താ മുതലാളി? മൂർത്തി നെറ്റിച്ചൊളിച്ചു. ആ ഇരുമ്പ് കമൽ കഴിവേറി ഇത്തവണയും തോറ്റു. എസ് ഐ ധർമ്മരാജന്റെ വീട്ടിൽ നിന്ന് അവന് കാസറ്റ് കിട്ടിയുമില്ല, വെട്ടുകിട്ടിയ രുക്മണി ചത്തുമില്ല. തിരുമൂർത്തി മിണ്ടിയില്ല. തക്ക സമയത്ത് അവനെ ഒരാൾ രക്ഷിച്ചു പോലും. ആര്? മൂർത്തിക്ക് സംശയം തോന്നി. ശിവജി. ഛേ! അയാൾ പല്ലിറുമി. ലെനിൻ പെട്ടെന്ന് എഴുന്നേറ്റു. എനിക്ക് പോണം മൂർത്തി. മുതലാളി, ഞാൻ പുറത്തിറങ്ങിയിട്ട് മതി ഇനി എന്തും. ലെനിൻ മറുപടി പറയാതെ ഒരു പിടി നോട്ട് മടക്കി തലേനക്കടിയിൽ വെച്ചിട്ട് വേഗം ഇറങ്ങി. സമയം ഉച്ച. കാന്തല്ലൂരിൽ ശിവജിയും മജീദും മീനാക്ഷിയമ്മയും ദുർഗയ്ക്കും ചെല്ലനുമൊപ്പം വന്നിറങ്ങി. ശാന്ത ഹോസ്പിറ്റലിൽ ആളിനെ നിർത്തിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. ശർക്കര ഷെഡിന് താഴെ വണ്ടി നിർത്തി ഇറങ്ങി അവർ നേരെ ഷെഡിലേക്ക് വന്നു. കരിമ്പ് വെട്ടി ശർക്കരയുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മീനാക്ഷിയമ്മയും ദുർഗയും. ഷെഡിനരികിലെത്തിയ ശിവജിയുടെ മുഖം മുറുകി. അവരെ കാത്തിരിക്കും പോലെ അവറാച്ചൻ. തലേന്നു കണ്ട തമിഴന്മാർ ശർക്കര പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇവര് പോയില്ലേ? ചെല്ലൻ പെറുപെറുത്തുകൊണ്ട് ദുർഗയുടെ പിന്നിലേക്ക് മാറി. മീനാക്ഷിയമ്മയ്ക്കും ദുർഗയ്ക്കും അപകടത്തിന്റെ ചൂരടിച്ചു. ശിവജിയും മജീദും കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു. അവറാച്ചോ? ശിവജി ബാക്കി പറയും മുമ്പ് അവറാച്ചൻ സംസാരിച്ചു. ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ ചെറിയൊരു മാറ്റം ഞാൻ അങ്ങ് വരുത്തി ശിവജി. ഏതായാലും ഇവന്മാര് വന്നു കൈവച്ചു പോയില്ലേ ഇവിടെ. ഇനി ഇത് മൊത്തത്തിൽ അങ്ങ് തീർത്തിട്ട് പോയാൽ മതിയെന്ന്. ശിവജിയുടെ ഇമകൾ വല്ലാതെ ഒന്ന് വെട്ടി. തടിപ്പെട്ടിയിൽ ശർക്കര കൊണ്ട് പിടിച്ചുകൊണ്ടിരുന്നവർ പെട്ടെന്ന് എഴുന്നേറ്റ് പുറത്തിറങ്ങി. തലേ ദിവസം കണ്ടതിൽ 2 പേർ കൂടുതൽ. അവറാച്ചൻ ചിരിയോടെ തുടർന്നു. തോൽവിയേക്കാൾ നല്ലത് മരണമാണെന്ന് ഇവന്മാര് പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അങ്ങനെയാണെങ്കിൽ ഇവര് ചത്തോട്ടെ എന്ന് തന്നെ കരുതണം. പറഞ്ഞത് മജീദാണ്. തലേന്ന് ശിവജി അടിച്ചു വീഴ്ത്തിയ തടിയൻ പകയോടെ അവനെ നോക്കിക്കൊണ്ട് കയ്യിൽ പറ്റിയ ശർക്കര പതിയെ നക്കി. അപ്പോ ഞാൻ എന്തു ചെയ്യണം അവറാച്ച? ശിവജി സംയമനം കൈവിട്ടില്ല. അതിനി ഞാൻ പറയണോടാ? അവറാച്ചന്റെ ഭാവം മാറി. ഇവിടെ നിന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ശർക്കര പിടിക്കണമെങ്കിൽ ഞങ്ങളെ കൊല്ലേണ്ടി വരും. അത് അത്ര എളുപ്പമാണോ? ഞൊടിയിടയിൽ ശിവജി തിരിഞ്ഞു. മിന്നൽ പോലെ ദുർഗയുടെ കയ്യിലിരുന്ന കരിമ്പ് വെട്ടുന്ന കത്തി പിടിച്ചു വാങ്ങി. ഏട്ടാ! അവൾ വിളിച്ചത് അവൻ ശ്രദ്ധിച്ചില്ല. പകരം അവറാച്ചനോട് പറഞ്ഞു. അങ്ങനെ കുന്തു വീഴ്ത്തണമെങ്കിൽ അതിന് ഞാൻ തയ്യാറാവറാച്ച. പറ, ആദ്യം ആർക്കാ ചാവേണ്ടത്? നിനക്കോ ഈ കഴിവേറുകൾക്കോ? അലറുകയായിരുന്നു അവൻ. ചാകാൻ മടിയില്ലാത്തവൻ വാടാ മുന്നോട്ട്. നിന്റെയൊക്കെ ചങ്കിന്റെ ഉറപ്പ് ഞാനൊന്ന് കാണട്ടെ. അവറാച്ചനും തമിഴരും പരസ്പരം നോക്കി. മജീദും 2 അടി മുന്നോട്ട് വെച്ചു. ദുർഗ അമ്മയെയും ചെല്ലനെയും ചേർത്ത് പിടിച്ചു. നിമിഷങ്ങൾ നടുങ്ങി നിന്നു. മോനെ! അതിനിടയിൽ മീനാക്ഷിയമ്മയുടെ ചിലമ്പിച്ച ശബ്ദം മാത്രം കേട്ടു. അവറാച്ചന്റെയും സംഘത്തിന്റെയും മേൽ നിന്ന് കണ്ണുകൾ പിൻവലിക്കാതെ കരിമ്പ് വെട്ടുന്ന കത്തിയുടെ വാൽത്തലയിൽ ഒന്ന് വിരലൊടിച്ചു ശിവജി. ബ്ലേഡിന്റെ മൂർച്ചയുണ്ട് അതിനെന്ന് അവന് തോന്നി. അവറാച്ചനും തമിഴരും ഒരു വട്ടം കൂടി പരസ്പരം നോക്കി. വാ അവറാച്ച, തന്റെ ചങ്കുറപ്പിൽ തനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ നേതാവായ താൻ തന്നെ ആദ്യം വാ. അങ്ങനെ അണിചരക്ക് മാതൃക കാട്ടിക്കൊടുക്ക്. ശിവജി കയ്യാട്ടി വിളിച്ചു. അവറാച്ചൻ അനങ്ങിയില്ല. നാബി മജീദും കരുതി നിൽക്കുകയാണ്. ചെല്ലൻ ദുർഗയെ പിന്നിൽ നിന്ന് ചുറ്റിപ്പിടിച്ചു. മീനാക്ഷിയമ്മ ഏത് നിമിഷവും കരഞ്ഞു പോകുന്ന മട്ടിലാണ്. താൻ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. ശിവജി ഒരു ചുവട് മുന്നോട്ട് വച്ചു. പെട്ടെന്ന് അവറാച്ചൻ പറഞ്ഞു. ശിവജി, പൊറുക്കണം. ഒരു ഏറ്റുമുട്ടലിനോ രക്തചൊരിച്ചിലിനോ ഞാനില്ല, ഞങ്ങളില്ല. ഇത്തവണ അമ്പരന്ന് പോയത് ശിവജിയും കൂട്ടരുമാണ്. അവറാച്ച, അടവെടുക്കല്ലേ? മജീദ് പറഞ്ഞു. അല്ല മജീദെ, ഞാൻ പറഞ്ഞത് സത്യമാണ്, അയാൾ വിശദീകരിച്ചു.
എനിക്ക് ശിവജിയോട് എന്തിനാ പക, ശത്രുത? ഒക്കെ ലെനിൻ പറഞ്ഞിട്ടാണ്. ശിവജിയോ കുടുംബമോ ഇവിടെ ശർക്കര പിടിക്കരുതെന്ന് എനിക്ക് അവൻ അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. പിടിച്ചാ ഞാൻ അവന്റെ ശത്രുവാവും. അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു. ശിവജി എനിക്ക് സംരക്ഷണം തരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാനിനി നിന്റെ കൂടെ നിൽക്കാം. സഹായത്തിന് ഈ തമിഴന്മാരും ഉണ്ടാകും. അല്ലാതെ എനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാ. ശിവജിക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാനായില്ല. എങ്ങനെയെങ്കിലും ശിവജി പിന്മാറുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയ ഞങ്ങൾ അവസാനം ഒരു നീക്കം കൂടി നടത്തി നോക്കിയത്. അവറാച്ചന്റെ വാക്കുകളിൽ ആത്മാർത്ഥതയുണ്ടെന്ന് ശിവജിയും മജീദും തിരിച്ചറിഞ്ഞു. എന്തു വേണം അമ്മേ? അവൻ മീനാക്ഷിയമ്മയുടെ നേർക്ക് തിരിഞ്ഞു. നിന്റെ കൂടെ നിൽക്കാൻ അവറാച്ചന് താല്പര്യമുണ്ടെങ്കിൽ അവനെ കൈവിടണ്ട, മീനാക്ഷിയമ്മ പറഞ്ഞു. ദുർഗ അമ്പരപ്പിൽ അമ്മയെ നോക്കി. അവർ അങ്ങനെ പറയുമെന്ന് അവർ വിചാരിച്ചതേയില്ല. അപ്പോഴിനി മീനാക്ഷിയമ്മയെ ഞങ്ങൾ കൂടി സഹായിക്കാം. അവറാച്ചൻ തമിഴന്മാരുടെ നേർക്ക് തിരിഞ്ഞു. കരിമ്പ് വെട്ടിക്കോ. ചെല്ലൻ ശിവജിയുടെ കയ്യിൽ നിന്ന് കത്തി വാങ്ങിക്കൊണ്ട് ആദ്യം ഓടി. ദുർഗേച്ചി, ഇന്നലെ എന്നെ തല്ലിയ തമിഴിനോട് ഞാനങ്ങ് ക്ഷമിക്കുക. ഒന്നുമില്ലേലും നേരത്തെ ഞാനും ഒരു തമിഴനായിരുന്നല്ലോ. അതിനിടെ അവൻ വിളിച്ചു പറഞ്ഞു. അത് കേട്ട് മറ്റുള്ളവർ ചിരിച്ചു. മജീദേ, ശർക്കര ഷെഡിനരികിൽ കൂട്ടിയിട്ടിരുന്ന കരിമ്പോലകൾക്ക് മുകളിലേക്കിരുന്നു ശിവജി. പിന്നെ പറഞ്ഞു, ഇപ്പോഴാകുമ്പോ ഇവരും കൂടി ഉണ്ടല്ലോ, നമുക്ക് വീട് പണി തുടങ്ങിയാലോ? ഇനിയോ? മജീദും അവന്റെ അടുത്തായിരുന്നു. പിന്നെന്താ, അവൻ തുടർന്നു. നമുക്ക് മറയൂരൊന്ന് പോകാം. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങണം. ഒരു ജോലിയും പിന്നത്തേക്ക് മാറ്റി വെക്കാതിരിക്കുന്നതാ നല്ലത്. എങ്കിൽ നിന്റെ ഇഷ്ടം പോലെ. അമ്മയോടും മറ്റും പറഞ്ഞിട്ട് ശിവജിയും മജീദും കൂടി മറയൂർക്ക് പോയി. 1.5 മണിക്കൂർ കഴിഞ്ഞ് ഒരു ടെമ്പോയിൽ അത്യാവശ്യം വേണ്ട കാറ്റാടി കമ്പുകളും ഇരുമ്പ് ഷീറ്റുകളും മറ്റുമായി അവർ എത്തി. ഒറ്റ തവണ കൂടി ശർക്കര പിടിച്ചിട്ട് ആ സംഘം വീട് പണിയാൻ ആരംഭിച്ചു. കത്തിയെരിഞ്ഞ വീടിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുകയാണ് ആദ്യം ചെയ്തത്. പിന്നെ കാറ്റാടിക്കമ്പുകൾ കുഴിച്ച് നാട്ടി നിർത്തി. മേൽക്കൂരയും ഭിത്തികളുമൊക്കെ തൽക്കാലം ഇരുമ്പ് ഷീറ്റ് കൊണ്ട് നിർമ്മിക്കാനായിരുന്നു തീരുമാനം. അവറാച്ചനും തമിഴന്മാരും മാത്രമല്ല, അയൽക്കാർ കൂടി വീടു നിർമ്മാണത്തിൽ സജീവമായതോടെ കാര്യങ്ങൾക്ക് വേഗതയേറി. അമരാവതി തള്ളയും എത്തി. എടി മീനാക്ഷി, നീ എൻ്റെ വീട്ടിൽ പോയി ഇവർക്ക് ഇച്ചിരി കാപ്പിയോ മറ്റോ തിളപ്പിച്ചു കൊടുക്കടി, അവർ പറഞ്ഞു. അത് നേരെ കൊട്ടാച്ചി. ചെല്ലൻ തള്ളയെ പിന്താങ്ങി. ഇനി എന്നെ അങ്ങനെ വിളിച്ച സത്യമായിട്ട് നീ തല്ലുകൊള്ളൂ. തള്ള വടിയോങ്ങി. മീനാക്ഷിയമ്മയും ദുർഗയും അമരാവതി തള്ളയുടെ വീട്ടിലേക്ക് നടന്നു. ആ പറമ്പിന്ന് 2 മൂട് കപ്പയും കൂടി പിഴുതോടി. ശരിക്ക് വിളഞ്ഞില്ലേലും ഒരു നേന്ത്രക്കൊല്ലിയുണ്ട്, അതും കൂടി വെട്ടി അങ്ങ് പുഴുങ്ങിയേര്, പറഞ്ഞുകൊണ്ട് തള്ളയും അവർക്ക് പിന്നാലെ പോയി. തള്ളയ്ക്ക് ബുദ്ധി വെച്ച് വരുന്നുണ്ട്, ചെല്ലൻ പിറുപിറുത്തു. നേരെ സന്ധ്യയായപ്പോഴേക്ക് വീടിന്റെ പുറംപണി മിക്കവാറും തീർന്നു. ബാക്കി ഇനി നാളെ മതി, മജീദാണ് പറഞ്ഞത്. ശിവജി എതിർത്തില്ല. മന്നവേൻ ചോലയിൽ നിന്ന് ചെറിയ കനാൽ വഴി ഒഴുകി വരുന്ന ഐസ് പോലെ തണുത്ത വെള്ളത്തിൽ എല്ലാവരും കൈകാലുകളും മുഖവും കഴുകി. പുഴുക്കും കാപ്പിയും തയ്യാറായി കഴിഞ്ഞിരുന്നു. എല്ലാവരും ഒന്നിച്ചു കഴിച്ചു. നാളെ കാണാം ശിവജി. അവറാച്ചൻ യാത്ര പറയാനായി അവന്റെ അടുത്തെത്തി. ശിവജി അയാളുടെ തോളിൽ കൈവച്ചുകൊണ്ട് ശബ്ദം താഴ്ത്തി. സൂക്ഷിക്കണം, ലെനിൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടാവും. അറിയാം, അയാൾ തലയാട്ടി. അവറാച്ചനും സംഘവും അയാളുടെ ട്രാക്ടറിലാണ് പോയത്. നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. അവറാച്ചനാണ് ട്രാക്ടർ ഓടിച്ചത്. അത് കോവിൽക്കടവ് പിന്നിട്ട് പാമ്പാറിന് മീതെയുള്ള പാലത്തിലേക്ക് കയറുകയായിരുന്നു. പെട്ടെന്ന് ഇടിമിന്നൽ പോലെ ഇറക്കമിറങ്ങി വന്ന ഒരു ടാറ്റാ സുമോ പാലത്തിനപ്പുറത്ത് വെട്ടിത്തിരിഞ്ഞ് റോഡിൽ കുറുകെ നിന്നു. അവറാച്ചന് അപകടം മണത്തു. അയാൾ തിരിഞ്ഞ് തമിഴന്മാരെ അടയാളഭാവത്തിൽ ഒന്ന് നോക്കി. അടുത്ത നിമിഷം സുമോയിൽ നിന്ന് കണ്ടയ്നർ സാബുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ ചാടിയിറങ്ങി. അവറാച്ചോ, നീ നിന്റെ പെങ്ങളെ ശിവജിക്ക് കെട്ടിച്ചു കൊടുത്ത് പുതിയ ബന്ധം സ്ഥാപിച്ചെന്നറിഞ്ഞല്ലോ. കണ്ടെയ്നർ സാബു ട്രാക്ടറിന്റെ ബമ്പറിലേക്ക് ഇടതുകാൽ ഉയർത്തി ചവിട്ടിക്കൊണ്ട് ഒരു പ്രത്യേക ഭാവത്തിൽ നിന്നു. അത് പിന്നെ നിന്നോട് പറയാൻ കഴിഞ്ഞില്ല സാബു. സാരമില്ല, നാളെ ഒരു പാർട്ടി നടത്തുന്നുണ്ട് ഞാൻ. നിന്റെ കൂടെ നിൽക്കുന്ന അളിയന്മാരെയൊക്കെ വിളിച്ചോണ്ട് മറക്കാതെ അങ്ങ് പോരണേ. അതേ നാണയത്തിൽ തന്നെയായിരുന്നു അവറാച്ചന്റെയും മറുപടി. പക്ഷേ ലെനിൻ മുതലാളിയുടെ നെഞ്ചത്ത് ചവിട്ടി ഞെളിഞ്ഞു നിൽക്കാമെന്ന് നീ കരുതിയോ അവറേച്ചൻ കഴുകേറി മോനെ? സാബുവിന്റെ ഭാവം മാറി. അവറാച്ചന്റെ മുഖവും ഒന്നും മുറുകി. സാബുവേ, നീ സംസാരിക്കുന്നത് അവറാച്ചനോടാ, നിന്റെ അപ്പനോടല്ല എന്നൊന്ന് ഓർക്കണമടാ. അയാൾ ട്രാക്ടറിന്റെ എഞ്ചിൻ ഓഫ് ചെയ്തു. ലൈറ്റ് അണച്ചില്ല.
എല്ലാം ഓർത്ത് അനുവാദം വാങ്ങേണ്ടവരോട് അത് വാങ്ങി തന്നെയാടാ ഞാൻ വന്നിരിക്കുന്നത്. സാബു തിരിഞ്ഞ് തന്റെ പിന്നിൽ നിൽക്കുന്നവർക്ക് നേരെ കൈ ചൂണ്ടി. 6 പേരുണ്ട്. നിന്റെ സ്വീകരണ പാർട്ടിക്ക് വേണ്ടി നാളെ വരെ കാത്തിരിക്കേണ്ടെന്നാ ഞങ്ങളുടെ തീരുമാനം. ലെനിൻ മുതലാളിയുടെ നിർദ്ദേശം അതാ. ഓഹോ, അവറാച്ചൻ പുച്ഛിച്ചു. കാശ് നേരത്തെ എണ്ണി കയ്യിലോട്ട് വെച്ചു കൊടുത്തിട്ടാ ഞാൻ കരുമ്പെടുത്തത്, അല്ലാതെ ഒരുത്തന്റെ ഔദാര്യത്തിലല്ല. നീ ചെന്ന് അത് നിന്റെ മുതലാളിയെ ഒന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്ക്. അതിനൊക്കെ ഇനി നേരമുണ്ടല്ലോ. ഇപ്പം വന്നത് മറ്റൊരു കാര്യത്തിനാ, അതങ്ങ് നടത്തിയേക്കാം. സാബു മുന്നോട്ട് നീങ്ങാനാഞ്ഞു. സന്ധ്യയ്ക്ക് കോവിൽ കടവിൽ ഇറങ്ങിയവർ പാലത്തിൽ പ്രശ്നം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് അവിടേക്ക് വന്നു. നീ ഒന്ന് നിന്നേടാ സാബു, അവറാച്ചൻ പറഞ്ഞു. സാബു നിന്നു. ചോദ്യഭാവത്തിൽ അയാളെ നോക്കി. ഈ ട്രാക്ടറിൽ എന്റെ 8 പേരുണ്ട്. നിന്നെക്കാളൊക്കെ ഒരു പടി കൂടി മുന്നിൽ നിൽക്കുന്നവരാ. സംസാരിച്ച് നേരം കളയാതെ പ്രവർത്തിക്കുന്നവര്. ഇവരിങ്ങോട്ട് ഇറങ്ങിയ നീ ഉദ്ദേശിച്ചു വന്ന കാര്യം നടക്കുമോടാ? കണ്ടെയ്നർ സാബു ട്രാക്ടറിൽ ഇരിക്കുന്ന തടിയന്മാരെ ശരിക്കും ശ്രദ്ധിച്ചത് അപ്പോൾ മാത്രമാണ്. ഞൊടിയിടയിൽ അവർ 8 പേരും റോഡിലേക്ക് ചാടി. ട്രാക്ടറിന് ഇരുഭാഗത്തും 4 പേർ വീതം. അവർ അവറാച്ചന്റെ ആജ്ഞയ്ക്ക് കാത്തു നിൽക്കുകയാണെന്ന് സാബുവിന് ബോധ്യമായി. ഏറ്റുമുട്ടിയാൽ തനിക്കും സംഘത്തിനും ജയിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ അവന് ആശങ്ക തോന്നി. ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് തോറ്റാൽ അത് നാണക്കേടാവും. അവറാച്ചോ, എപ്പോഴും നിന്റെ കൂടെ കാണത്തില്ലല്ലോ ഈ സൈന്യം. ഞങ്ങൾ എടുത്തോളാം. മറുപടിക്ക് കാക്കാതെ സാബു പിന്തിരിഞ്ഞ് തന്റെ ആളുകൾക്ക് നിർദ്ദേശം നൽകി. പോകാം. അവർ സുമോയിൽ കയറി. വന്ന വഴിയെ അത് പോയി. അവറാച്ചന്റെ ചുണ്ടിൽ വിജയഭാവത്തിൽ ഒരു ചിരിയുണ്ടായി. പിറ്റേന്ന് രാവിലെ ശിവജിയുടെ വീടിന്റെ പണി പുനരാരംഭിച്ചു. 2-3 പേർ ഒഴികെയുള്ളവർ കരിമ്പ് വെട്ടാൻ പോയി. ആ സമയത്ത് ശർക്കര ഷെഡിന്റെ ഭാഗത്ത് നിന്ന് മജീദ് അങ്ങോട്ട് വന്നു. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകണ്ടേ ശിവജി? രാവിലെ പോലീസ് ചെന്നിട്ട് പോയെന്ന് രത്നരാജ് വിളിച്ചു പറഞ്ഞിരുന്നു. വേണം മജീദേ, ശിവജി സമ്മതിച്ചു. അവരൊന്നിച്ച് ശാന്ത ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ രുക്മണിയെ ICUവിൽ നിന്ന് റൂമിലേക്ക് മാറ്റിയിരുന്നു. ദോശ ചട്നിയിൽ മുക്കി അമ്മയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുകയായിരുന്നു സീത. മതിയടി, രുക്മണി മുഖം തിരിച്ചു. അമ്മേ, ഇതുകൂടി, സീത നിർബന്ധിക്കുകയാണ്. ചവയ്ക്കുമ്പോൾ തലയ്ക്ക് എന്ത് വേദനയാണെന്ന് അറിയാമോ? വാതിൽക്കൽ പാദപതന ശബ്ദം കേട്ട് ഇരുവരും ഒന്നിച്ചാണ് നോക്കിയത്. ശിവജിയെയും മജീദിനെയും കണ്ട് പരിചിത ഭാവത്തിൽ ചിരിച്ചുകൊണ്ട് സീത ബെഡിൽ നിന്ന് എഴുന്നേറ്റു. രുക്മണിക്ക് പക്ഷേ അവരെ വ്യക്തമായില്ല. അമ്മേ, ഇവരാ അമ്മേ. അത്രയും പറഞ്ഞപ്പോഴേക്കും രുക്മണിക്ക് പിടികിട്ടി. ശിവജി മജീദും അല്ലേ? അതെ അമ്മേ. കേറി വാ, അവർ ക്ഷണിച്ചു. ഇരുവരും അകത്ത് കയറി. എതിരെ കിടന്നിരുന്ന ബെഡിലിരുന്നു. സീത പാത്രം മാറ്റി വെച്ചിട്ട് കൈ കഴുകി വന്ന് ഭിത്തിയിൽ ചാരി നിന്നു. മോള് പറഞ്ഞ് എല്ലാം ഞാൻ അറിഞ്ഞു. നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ടാണ് ഞാൻ. രുക്മണിയുടെ ശബ്ദം പതറി. അങ്ങനെയൊന്നുമല്ല അമ്മേ. ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ മറ്റാരെങ്കിലും വന്നേനെ, ശിവജി പെട്ടെന്ന് പറഞ്ഞു. സ്വയം പരിഹസിക്കും പോലെ ഒരു ഭാവം രുക്മണിയുടെ മുഖത്തുണ്ടായി. അദ്ദേഹത്തെ കാണാതായതോടെ ഞങ്ങളെ സഹായിക്കാൻ ആരും മുന്നോട്ട് വരില്ല എന്നുറപ്പായിരുന്നു. ഒരു പക്ഷേ പ്രാണഭയം കൊണ്ടാവാം. രുക്മണി ഒന്ന് നിർത്തി. ഇവിടെ ഞങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായില്ല. അതിൻ്റെ കാരണം നിങ്ങളാണ്. നിങ്ങളുടെ കൂട്ടുകാർ രാത്രി പോലെ ഇവിടെ ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ എന്താണ് ഉണ്ടായത്? ശിവജിക്ക് അതറിയാനായിരുന്നു തിടുക്കം. ഒരു നിമിഷം ഓർക്കുന്നത് പോലെ ഇരുന്നു രുക്മണി. പിന്നെ അവരുടെ ചുണ്ട് മെല്ലെ ചലിച്ചു. ഞാനും ഇവളും അടുക്കളയിലായിരുന്നു. അകത്ത് എന്തോ ശബ്ദം കേട്ടതുപോലെ തോന്നിയപ്പോൾ നോക്കാൻ ചെന്നതാണ് ഞാൻ. ഒരാൾ അവിടെ മേശവലിപ്പിലും അലമാരയിലുമൊക്കെ എന്തോ തിരയുകയായിരുന്നു. നിങ്ങൾ ആരാണെന്ന് ഞാൻ ചോദിക്കും മുമ്പേ അയാൾ എന്നെ വെട്ടിയിരുന്നു. ആ ഓർമ്മയിൽ പോലും അവർ നടുങ്ങുന്നുണ്ടെന്ന് ശിവജിക്കും മജീദിനും തോന്നി. രുക്മണിയുടെ കണ്ണുകളിൽ നനവ് പടർന്നു. അവൻ എന്താണ് അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ അത്ര വേഗം അത് അവന് കിട്ടില്ല. സീത മുന്നോട്ട് നീങ്ങി വെറുതെ അമ്മയുടെ തോളിൽ തഴുകിക്കൊണ്ട് നിന്നു. ബാക്കി പറഞ്ഞത് അവളാണ്. ഒരു CD ആണ് അവർ തിരയുന്നത്. ഒരു കൊലപാതകത്തിന്റെ ദൃക്സാക്ഷികൾ അച്ഛന് കൊടുത്ത മൊഴിയാണ് അതിൽ. എന്തു വന്നാലും കൊലയാളികൾ രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന വാശിയിലായിരുന്നു അച്ഛൻ. പക്ഷേ ഒന്ന് നിർത്തിയിട്ട് സീത തുടർന്നു. അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇനിയും ആ CD അച്ഛന് പ്രയോജനപ്പെടും. ഞങ്ങൾ ആ പ്രതീക്ഷയിലാണ്. ശിവജിയുടെ മുഖത്ത് വിവിധ ഭാവങ്ങൾ മിന്നി. ഒരു മീനാക്ഷിയമ്മയുടെയും ദുർഗയുടെയും മൊഴികളാണോ അതിൽ? അതെ,
ശിവജിയുടെ അമ്മയാണ് മീനാക്ഷി അല്ലേ? രുക്മിണി തിരക്കി. അതെ, എങ്ങനെ അറിഞ്ഞു? ഇന്നലെ ശിവജിയുടെ കൂട്ടുകാർ ഇവളോട് പറഞ്ഞതാണ്. അത് കേട്ട് ശിവജി സീതയെ ഒന്ന് നോക്കി. അവൾ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. നോട്ടം പരസ്പരം ഒന്ന് മുട്ടിയതും അവൾ ദൃഷ്ടികൾ മാറ്റി. അമ്മയെ ആക്രമിച്ചവനെ കണ്ട തിരിച്ചറിയുമോ? മജീദ് ചോദിച്ചു. ഇപ്പോ എനിക്ക് അവനെ അറിയാം. രാവിലെ വന്ന പോലീസുകാരോടും അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരാ അത്? മൂന്നാറിലുള്ള ഒരു ഗുണ്ടയാ, കമാൽ എന്നാ പേര്. ഇവളുടെ അച്ഛനൊരിക്കൽ അവനെ എനിക്ക് കാട്ടിത്തന്നിരുന്നു. ഇരുമ്പ് കമാൽ. ശിവജിയും മജീദും ഒന്നിച്ചാണ് പറഞ്ഞത്. അതെ, അങ്ങനെ എന്തോ ആണ് പേര്. അല്പനേരം കൂടി അവിടെ ഇരുന്നിട്ട് പിന്നെ വരാം എന്ന് പറഞ്ഞ് ഇരുവരും ഇറങ്ങി. അവർ ഇടനാഴിയിൽ മറയുന്നതുവരെ സീതയുടെ നോട്ടം ശിവജിക്ക് പിന്നാലെ പോയി. ഇതോടുകൂടി മറയൂർ എന്ന നോവൽ അവസാനിച്ചിരിക്കുന്നു. ശിവജിയുടെയും ലെനിൻ്റെയും കഥയുടെ പൂർണ്ണമായ ഭാഗങ്ങൾ ഭൂമാഫിയ എന്ന അടുത്ത നോവലിലൂടെ നമുക്ക് കേൾക്കാം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഭൂമാഫിയ എന്ന നോവലുമായി വീണ്ടും കാണാം. നന്ദി.